ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു മാരത്തോൺ സെഷനുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ന്യൂ SCERTയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ്, 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ടോപ്പിക്കുകളായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം നമുക്ക് എടുത്തു തന്നെ കൊടുത്തിട്ടുണ്ട് ന്യൂ SCERTയിൽ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മളത് പഠിക്കണം. ഇനി ആ സംസ്ഥാനത്ത് നിന്നും ചോദ്യങ്ങൾ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാസ്കോഡഗാമ എല്ലാ പരീക്ഷകൾക്കും ഒരുവിധം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് തൊഴിൽ പദ്ധതികളും എല്ലാ പരീക്ഷകൾക്കും ചോദ്യം വരാറുണ്ട്. ഇനി ന്യൂ SCERTയിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും ചോദ്യം വരാനുള്ള സാധ്യത അത്രയും കൂടുതലാണ്. ഇനി തൊഴിൽ പദ്ധതികൾ കണ്ട് പേടിക്കൊന്നും വേണ്ട. തൊഴിൽ പദ്ധതികൾ എപ്പോഴും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷെ നമുക്കത് കോഡുകളിലൂടെയും കണക്ഷനിലൂടെയും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഓരോ ക്ലാസ്സിലെ ഓരോ പോയിന്റ്സും നമുക്ക് അതുപോലെ തന്നെ തറവാക്കിയിട്ട് തന്നെ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോവാം. നിങ്ങൾ ഓരോ പോയിന്റ്സിലൊന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാൻ പറ്റും. നിങ്ങൾക്ക് സമയമൊന്നും വേസ്റ്റ് ആവില്ല. കാരണം ഇവിടെ നിന്ന് തന്നെ നിങ്ങളെല്ലാം പഠിച്ചിട്ടേ ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുള്ളൂ. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ക്ലാസ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ക്ലാസ് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയും. അപ്പോൾ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുക. നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഇനി ഇതിനൊരു സമയം കൊടുക്കേണ്ടി വരരുത്. ഇവിടെ നിന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി പോകാൻ തന്നെ പറ്റും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികം ഒന്നും പറയാൻ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരളം അടിസ്ഥാന വസ്തുതകൾ ഏത് പാഠത്തിൽ നിന്നാണ്? വരയ്ക്കാം വായിക്കാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഈ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? തെക്ക് അറിയുന്നവർക്ക് അങ്ങനെ അറിഞ്ഞു വെച്ച് പഠിക്കാൻ പറ്റും. ഇനി ഒട്ടും അറിയാത്തവരാണെങ്കിൽ മനസ്സിലാക്കി വെച്ചോ, തെക്ക് എന്നത് താ വെച്ച് തുടങ്ങുന്ന ഒരു കാര്യമാണ്. തെക്കേ അറ്റത്ത് ചോദിച്ചാൽ അത് താ വെച്ചിട്ട് തന്നെ തിരുവനന്തപുരം എന്ന് ആലോചിക്കുക. അപ്പൊ തെക്ക് തിരുവനന്തപുരം. ഇനി അതല്ലെങ്കിൽ ഞാൻ വരച്ച് തന്നെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കേരളത്തിന്റെ ഭൂപടം ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കോ. ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇതെന്താണ്? ഇത് കിഴക്കാണ്. കിഴക്ക് വലത് സൈഡിലുള്ളത് കിഴക്കാണ്. നമുക്ക് എങ്ങനെ ആലോചിച്ച് നോക്കാം? വലത് സൈഡിൽ കിഴക്കാണ്. നമുക്ക് എങ്ങനെ ആലോചിക്കാം? വലത്തെ കൈ കൊണ്ടല്ലേ നമ്മൾ കഴിക്കുക. അപ്പൊ കഴിക്കുക കിഴക്ക്, കഴിക്കുന്നത് കിഴക്ക്. കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ പടിഞ്ഞാറാണ്. ഈ സൈഡില് പടിഞ്ഞാറാണ് അല്ലെ? ഈ സൈഡില് പടിഞ്ഞാറ്. അപ്പൊ വലത്തെ കൈ കൊണ്ടാണ് നമ്മൾ കഴിക്കുക. അപ്പൊ വലത് സൈഡ് എന്താണ്? ഇവിടെ ഇങ്ങനെയല്ലേ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വലത് സൈഡിൽ എന്താണ്? വലത് സൈഡിൽ കിഴക്കാണ്, വലത്തെ സൈഡ് കഴിക്കുക. അപ്പൊ ഇതിൽ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? കുരിശു പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഓക്കെ, ഈ മേലെ കാണുന്നതാണ് കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറാണ് നമ്മൾ പഠിച്ചു അല്ലെ? ഇത് രണ്ടും കിട്ടുമല്ലോ. കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറാണെന്ന് അറിയാം. പിന്നെ അവിടെ മേലുള്ളത് എന്താ? മേലെ അല്ലെങ്കിൽ നേരെ എന്നാലോചിക്കുക. അതായത് നേരെ ഇങ്ങനെ വരക്കുമ്പോൾ നേരല്ലേ? ഇത് നേരെ ഉള്ളതാണ്. ഇത് ഇങ്ങനെ നേരക്ക് പോകുന്നതാണ്. ഇത് ബാക്കിലുള്ളതാണ്. അപ്പൊ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നേരെ ഉള്ളത്, അതായത് നമ്മുടെ നേരെ മുമ്പിലുള്ളത് ഇതാണ്. നമ്മുടെ നേരെ മുമ്പിലുള്ളതാണ് വടക്ക്. ഓക്കെ, വലത്തെ സൈഡ് കിഴക്ക്, കഴിക്കുന്ന കൈ കിഴക്ക്. അപ്പൊ നേരെ മുമ്പിൽ നോക്കിയിട്ട് നമ്മൾ ഒരാളോട് എങ്ങനെയാണ് വാടാന്ന് പറയില്ലേ? ഓക്കെ, നേരെ മുമ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? ലൂസിഫർ സിനിമയിൽ ഉണ്ടല്ലോ അല്ലെ? ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് വാടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ വാട ഇവിടെ എന്താണ്? വടക്കാണ്. ഓക്കെ, വടക്കാണ് ഏറ്റവും മുമ്പിലുള്ളത്. ഇവിടെ അതിന്റെ ബാക്കിലായിട്ട് തെക്കുണ്ട്. ഓക്കെ, അപ്പൊ വലത് സൈഡിൽ എന്താന്ന് കിട്ടി? വലത് സൈഡ്, വലത് കൈ കൊണ്ട് കഴിക്കുക. അപ്പൊ കിഴക്ക്, അതിന്റെ പുറത്ത് പടിഞ്ഞാറ്. ഏറ്റവും മുമ്പിൽ, അതായത് മുമ്പിൽ നേരെ നോക്കിയിട്ട് തെക്ക്. നേരെ എന്താണ് നടക്കുന്നത്? വടക്കാണ്. വാട നമ്മള് നേരെ നോക്കിയിട്ടാണ് പറയാ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് തെക്ക്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കൂ. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ പടിഞ്ഞാറ്, ഇവിടെ കഴിക്കുന്ന കൈ കിഴക്ക്. ഏറ്റവും മുകളിലുള്ളതാണ് ഏത്? വടക്ക് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെയാണ് തെക്ക് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ ഈ അറ്റത്താണ് തിരുവനന്തപുരം എന്ന് ഇതിൽ പലർക്കും അറിയുന്നതാണ്. ഈ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഓക്കെ, ഈ അറ്റത്ത് തിരുവനന്തപുരവും ഈ അറ്റത്ത് ഏതാണ്? കാസർഗോഡുമാണ്. ഈ അറ്റത്ത് കാസർഗോഡുമാണ്. അപ്പൊ രണ്ടും കിട്ടിയല്ലോ. വടക്കേ അറ്റത്തുള്ള ജില്ല ഏത് എന്ന് ചോദ്യം വരികയാണെങ്കിൽ വടക്കേ അറ്റത്ത് ഏതാണ്? വടക്കേ അറ്റത്ത് ഏതാണ്? ഏറ്റവും മേലുള്ള ജില്ല കാസർഗോഡാണ് അല്ലെ? വടക്കേ അറ്റത്ത് കാസർഗോഡാണ്. ഇവിടെ ഏതാണ്? തെക്കേ അറ്റത്ത്. തെക്കിന് ഒരു താണ്ട്, തിരുവനന്തപുരത്തിനും ഒരു താണ്ട്. അത് വെച്ചിട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ ഏകദേശം ക്ലിയർ ആയോ? വടക്കും തെക്കൊക്കെ ഇനി ചോദിച്ചാൽ കിട്ടുമല്ലോ. ചിലപ്പോൾ മാത്സിലൊക്കെ ചോദ്യം വരുന്നതാണ്. കിഴക്കോട്ട് 20 മീറ്റർ നടന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം
ചോദ്യങ്ങൾ വരും. അപ്പൊ അപ്പോഴും മനസ്സിലാക്കി വെക്കുക, എന്താണ് കഴിക്കുന്ന കൈ വലതേ സൈഡാണ്. അപ്പൊ കിഴക്ക്, കഴിക്കുന്ന കൈ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് പടിഞ്ഞാറ്. കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. പിന്നെ മുമ്പിൽ ഏറ്റവും, അതായത് നേരെ നിൽക്കുന്നതാണ് വടക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് തെക്ക്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഉത്തരം കിട്ടുമല്ലോ. ഈ അറ്റത്തുള്ള ജില്ല, അതായത് തെക്കേ അറ്റത്താണ് തിരുവനന്തപുരം എന്ന് നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ വടക്കേ അറ്റത്താണ് കാസർഗോഡ് എന്നും നമുക്ക് കിട്ടി. കാസർഗോഡ് വടക്കേ അറ്റത്താണ്. അപ്പൊ 2 പോയിന്റ്സ് കിട്ടിയല്ലോ. വടക്കേ അറ്റത്ത് കാസർഗോഡും തെക്കേ അറ്റത്ത് തിരുവനന്തപുരവുമാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി പോയിന്റ്സ് നോക്കാം. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതെന്ന് ചോദ്യം വന്നാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും കേട്ടോ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. അപ്പൊ എന്താണ്? തെറ്റാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, തെക്കിനും ഒരു താ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തെക്കേ അറ്റത്തുള്ള ജില്ല എന്ന് കണ്ട താ വെച്ചിട്ടുള്ള തിരുവനന്തപുരം തന്നെ അവിടെ വരണം. ഓക്കെ, തെക്കേ അറ്റത്തുള്ള ജില്ല, തെക്കിന് താണ്ട് തിരുവനന്തപുരം, തിരുവനന്തപുരം തന്നെ അവിടെ വരണം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വരും ചിലപ്പോ. ചെറിയ ചെറിയ പോയിന്റ് ആണ്, സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടുന്ന പോയിന്റ് ആണ്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് കുഴപ്പിക്കും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നല്ല ശരിപോലെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. കാരണം തെക്കോ അല്ലെങ്കിൽ വടക്കോ ഏതോ ഒന്നാണ് കാസർഗോഡ് നമുക്കറിയാം. എന്താണ്? വടക്കാണ്. ഞാൻ പറഞ്ഞ മുകളിലാണ്. ഓക്കെ, വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്, തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡിലെ സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. സപ്തഭാഷാ സംഘഭൂമി കാസർഗോഡാണ്. അപ്പൊ തിരുവനന്തപുരം, കാസർഗോഡ് രണ്ടും പഠിച്ചല്ലോ. നമ്മുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, തലസ്ഥാനം തിരുവനന്തപുരം. ഇതെന്താണ്? സപ്തഭാഷാ സംഘഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നാൽ ഏതാണ്? കാസർഗോഡാണ്. പിന്നെ ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെയാണ് കേട്ടോ. ഗാന്ധിജി നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെയാണ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഏതൊക്കെയാണ് 2 സംസ്ഥാനങ്ങൾ? നമ്മുടെ 2 അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകയും തമിഴ്നാടും അല്ലേ? കർണാടക, തമിഴ്നാട്. അപ്പൊ ആ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഓക്കെ, റെയിൽപാത ഇല്ലാത്ത 2 ജില്ലകൾ ഒരുപക്ഷെ ചോദ്യം വരും. വയനാട്, പിന്നെ ഏതാണ്? ഇടുക്കി. 2 ജില്ലകളിലെ റെയിൽപാത ഇല്ല. ഓക്കെ, റെയിൽപാത ഇല്ലാത്ത 2 ജില്ലകളാണ് വയനാട്, ഇടുക്കി. ഇനി കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? 44 നദികൾ ഉണ്ട് അല്ലെ കേരളത്തില്. കായലുകൾ എത്രയെന്ന് ചോദിച്ചാലും പഠിക്കണം. 34 കായലുകൾ ഉണ്ട്. അപ്പൊ 34 കായലുകളും 44 നദികളും ഉള്ളതാണ് കേരളം. ഈ 44 നദികളിൽ നമുക്ക് ചോദ്യം വരും. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ കബനിക്ക് ഒരു കാണ്ട്, കിഴക്കോട്ട് എന്നതിനും ഒരു കാണ്ട്. അപ്പൊ കാ വെച്ച് കണക്ട് ചെയ്യുക. ഈ 3 എണ്ണത്തിനെ ഈ ഓർഡറിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കാ അല്ലേ? അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ആ 3 എണ്ണം. ബാക്കി നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 നദികളാണ്. ടോട്ടല് 44 നദികൾ അങ്ങനെ ഉണ്ട്. ഓക്കെ, ഇനി ഏറ്റവും വലിയ നദിയൊക്കെ നമുക്കറിയാം, അത് പെരിയാറാണ്. ഏറ്റവും വലിയ 2ാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ഏറ്റവും വലിയ 3ാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, അതേതാണ്? ഏറ്റവും വലിയ 3ാമത്തെ നദി പമ്പയാണ്. ഏറ്റവും ചെറിയ നദി ഏതാന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് അല്ലെ? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴ. ഓക്കെ, ഏറ്റവും ചെറിയ നദി. 15 കിലോമീറ്ററിൽ കൂടുതലുള്ളതാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ 16 കിലോമീറ്ററിലുള്ള മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും വലിയ നദി. അപ്പൊ കേരളത്തിലുള്ളത് 44 നദികളാണ്. അപ്പൊ വയനാട് കിട്ടുമല്ലോ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. നദികളുടെ എണ്ണം 44 കിട്ടും. ഏറ്റവും വലിയ നദി പെരിയാറാണെന്ന് കിട്ടും. അപ്പൊ അതൊക്കെ ക്ലിയർ ആണ്. അടുത്തത് നോക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിട്ട് പോയിക്കോ. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കൊടുത്തിട്ടുണ്ടോ? ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ എങ്ങനെയാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ വലത്തെ സൈഡിലാണ് കിഴക്ക്. ഇപ്പൊ കേരളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ കേരളം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് ആരൊഴുകുന്നത്? എങ്ങനെയാണ് ആരൊഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്നല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കിഴക്കാണ്. ഇങ്ങനെ നമ്മൾ പഠിച്ചില്ലേ? ഇവിടെ കിഴക്ക്, പിന്നെ ഇവിടെ വടക്ക് ഒക്കെ നമ്മൾ പഠിച്ചു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ക്ലിയർ അല്ലേ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഏതൊഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. ഓക്കെ, ഈ ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. നിള, പേരാർ, പൊന്നാനിപ്പുഴ, പിന്നെ ആരാണ് എഴുത്തച്ഛൻ ശോകനാശിനി പുഴ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഏതിനാണ്? ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതല്ലേ കേരള കലാമണ്ഡലം അല്ലെ? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. അതും പഠിച്ചു വെക്കാം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതകളുടെ ദിശ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്ക്. കാസർഗോഡ് നിന്ന്
തിരുവനന്തപുരം വരെയുള്ള എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഇങ്ങനെ കേരളം ഉണ്ടെങ്കിൽ ഈ സൈഡിലാണ് കാസർഗോഡ്, അത് വടക്കാണ്. ഓക്കെ, വടക്ക് നിന്ന് ഇവിടെയാണ് തിരുവനന്തപുരം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുമല്ലോ, വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. ഈ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക്, അപ്പൊ വടക്ക് നിന്നും തെക്കോട്ടാണ് വരുന്നത്. കിട്ടുമല്ലോ. അപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതകളുടെ ദിശ വടക്ക് നിന്ന് തെക്കോട്ട്, വടക്ക് നിന്ന് തെക്കോട്ട്. ഓക്കെ, ഇനി കാണാതെ പഠിക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. എന്ത് ഭാരതപ്പുഴ ഒഴുകുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഇവിടെ എന്ത് പറഞ്ഞു, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം, കാസർഗോഡ് മേലെ, അവിടെ നിന്ന് താഴോട്ട്. അപ്പൊ വടക്ക് നിന്ന് തെക്കോട്ടാണ്. ഇത് കണ്ടോ, വടക്കു നിന്ന് തെക്കോട്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള റെയിൽ പാതകളുടെ ദിശ വടക്കു നിന്ന് തെക്കോട്ട്. ഓക്കെ, കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് അല്ലെ, അതും പഠിച്ചു വെക്കാം കേട്ടോ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. ഇത് ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ, ഇന്ത്യയിൽ ബോംബെ മുതൽ താനെ വരെ. ഇതിന്റെ കൂടെ തന്നെ അതും ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ, ബേസിക്സ് അല്ലേ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ, ഡൽഹൌസി പ്രഭുവാണ്. അടുത്തത് നോക്കാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാലും, വടക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദിച്ചാലും നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരമാണ്. ഓക്കെ, രണ്ടിനും മഞ്ചേശ്വരമാണ് ഉത്തരം. ഇത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരവും, വടക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദ്യം വന്നാൽ മഞ്ചേശ്വരം പുഴ. ഓക്കെ, വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത്, വടക്ക് എന്ന് പറയുമ്പോൾ മേലെ അല്ലെ, വടക്കേ അറ്റത്തുള്ളത് മഞ്ചേശ്വരമാണ്. വടക്കേ അറ്റത്ത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്തിൽ ഒരു മാണ്ട്, മാ മേലെ ആലോചിക്കുക. കേരളം ഇങ്ങനെ വരുമ്പോ ഇവിടെയല്ലേ, ഇത് കേരളമാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയാണ് മഞ്ചേശ്വരം, മേലെ മഞ്ചേശ്വരം. ഓക്കെ, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാറശാല. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഏതാണ്? പാറശാല. തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് പാറശാല. തെക്ക് താഴെ തെക്ക് പാറശാലയാണ് കേട്ടോ. താഴെയല്ലേ പാറയൊക്കെ ഉണ്ടാവും. നമ്മൾ കുഴിച്ചു പോകുമ്പോൾ, കിണറൊക്കെ കുഴിച്ചു പോകുമ്പോൾ നമ്മൾ പറയൂല്ലേ താഴെ പാറ ഉണ്ട് എന്ന് പറയും. അപ്പൊ താഴെ പാറശാല, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കണേ. അപ്പൊ താഴെ പാറശാല, മേലെ മഞ്ചേശ്വരം അല്ലെ, താഴെ പാറശാല. അപ്പൊ രണ്ടും കിട്ടി. ഓക്കെ, അപ്പൊ താഴെയുള്ളത് തെക്കാണെന്നും അറിയാം, മേലുള്ളത് വടക്കാണെന്നും അറിയാം. ഓക്കെ, അടുത്തത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വില്ലേജ് ഏതാണ്? കളിയിക്കാവിളയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വില്ലേജ്. ഏതാണ്? കളിയിക്കാവിള. ഓക്കെ, കളിയിക്കാവിളയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വില്ലേജ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതെന്ന് ചോദ്യം വന്നാലും മഞ്ചേശ്വരമാണ്. വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാലും, ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാലും രണ്ടും ഏതാണ്? മഞ്ചേശ്വരമാണ്. വടക്കേ അറ്റത്തുള്ള നദി ഏതാന്ന് ചോദിച്ചാലും മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തുള്ള താലൂക്ക് നമ്മൾ മഞ്ചേശ്വരം പഠിച്ചു. തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ്. തെക്ക് നെയ്യാറ്റിൻകര. തെക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ, മഞ്ചേശ്വരം പുഴ നീളം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം, 16 കിലോമീറ്റർ ആണ് കേട്ടോ. 16 കിലോമീറ്റർ ആണ്. അടുത്തത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര നമ്മൾ പഠിച്ചു. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു. തമിഴ്നാട്, കർണാടക. ഇത് രണ്ടുമായിട്ടാണ് ഏത് അതിർത്തി പങ്കിടുന്നത്? വയനാട്. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? വയനാടാണ്. ഓക്കെ, വയനാട്. ക്ലിയർ അല്ലേ? വയനാടാണ് കേട്ടോ. ഉത്തരം കിട്ടണം, വയനാടാണ്. അപ്പൊ തമിഴ്നാട്, കർണാടക എന്നിവയാണ് രണ്ട് അയൽ സംസ്ഥാനങ്ങൾ. അതൊന്നും പിന്നെയും പഠിക്കേണ്ട കാര്യങ്ങളല്ല, അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാ. കേരളത്തിന്റെ വടക്കു കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? വടക്കു കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് കർണാടക. അപ്പൊ വടക്ക് കിഴക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ അത് വെച്ചിട്ട് സ്ഥലം ഏതാന്ന് കിട്ടിയല്ലോ. അപ്പൊ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നതാണ് കർണാടക. കേരളത്തിന്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിന്റെ തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്. തെക്ക് കിഴക്ക്, അതിലും ഒരു താണ്ട്. തെക്ക് കിഴക്ക് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഓക്കെ, തെക്ക് കിഴക്ക് താ വെച്ച് തുടങ്ങണം. അപ്പൊ തെക്ക് കിഴക്ക് തമിഴ്നാടും, വടക്ക് കിഴക്ക് കർണാടക. ശ്രദ്ധിച്ച് പഠിക്കണം. വടക്ക് കിഴക്ക് ഏതാണ്? കർണാടക. പിന്നെ തെക്ക് കിഴക്ക് ഏതാണ്? തെക്ക് കിഴക്ക് തമിഴ്നാടാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാലോ. ഓക്കെ,
അപ്പൊ വടക്കും തെക്കും കിഴക്കൊക്കെ ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിട്ട് തന്നെ പൊക്കെ മനസ്സിലായി പോയിട്ടുണ്ടാവും. മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ട് പോകും. അതാവുമ്പോൾ ഒരുപാട് കാണാതെ നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരില്ല. ആ സംഭവം എന്താ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഒരു പിക്ചർ മനസ്സിൽ വരുന്നുണ്ടാവും. ഓക്കെ, കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ നമുക്കൊക്കെ അറിയാം, അറബിക്കടലാണ് അല്ലെ. പടിഞ്ഞാറ് അറബിക്കടലാണ് നമ്മൾ പറയാറുണ്ട്. പടിഞ്ഞാറ് അറബിക്കടലാണ്. കിഴക്ക് ഭാഗത്ത് എന്താണ്? പശ്ചിമഘട്ടമാണ് അല്ലെങ്കിൽ സഹ്യപർവ്വതം. സഹ്യപർവ്വതം പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ചോദിക്കും, സഹ്യപർവ്വതം. സഹ്യപർവ്വതം. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. എന്താണ്? പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലാണ്. കേരളം ഇങ്ങനെ നിൽക്കുമ്പോൾ പടിഞ്ഞാറ് എന്താണ്? ഈ ഭാഗത്തായിട്ട് എന്ത് കണക്കും? അറബിക്കടലാണ്. ഇത് കൂടെ അങ്ങനെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആനമുടിയാണ് കേട്ടോ, ആനമുടി. അപ്പൊ അതും ജസ്റ്റ് പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയി. ചെറിയ പോയിന്റുകളാണെങ്കിലും PSC അതുപോലെ തന്നെ എടുത്ത് ചോദിക്കും. കാരണം USCRT ഉള്ളതാണ്. PSCക്ക് അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. വടക്ക് നിന്ന് തെക്കോട്ട്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ട് പോവുക. ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇതിന്റെ നോട്ട്സ് കൊടുക്കുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. വരയ്ക്കാം വായിക്കാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. അതിലാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത്രയും കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനം, ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ തലസ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഡൽഹിയാണ്. നമുക്കൊക്കെ അറിയാം, ന്യൂഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഇതാവില്ല ഒരു പക്ഷെ നമുക്ക് ചോദ്യം വരിക. എന്താണ് ചോദ്യം വരിക? ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? എത്ര ആളുകൾക്ക് അറിയാം ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതാന്നുള്ളത്? ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്തയാണ് ന്യൂഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം. ഓക്കെ, അപ്പൊ ന്യൂഡൽഹിക്ക് മുമ്പ്, ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു? കൊൽക്കത്ത ആയിരുന്നു. അപ്പൊ എപ്പോഴാണ് കൊൽക്കത്ത മാറി ഡൽഹി ആയത്? അതായത് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയ വർഷം നമുക്ക് ചോദ്യം വരും. പഠിച്ചു വെച്ചോ, 1911. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയത്. കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയത് എപ്പോഴാണ്? 1911. ഈ വർഷം പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1911 കൊൽക്കത്ത, ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷം 1911. അപ്പൊ ആദ്യം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അപ്പൊ ചോദ്യം എങ്ങനെയാണ് വരിക? ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഈ കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷമാണ് 1911. അവിടെ നിന്ന് വേറൊരു ചോദ്യം വരും. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറി ഡൽഹി ആകുമ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിക്കും. ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ് അല്ലെ. ഹാർഡിഞ്ച് പ്രഭുവാണ് കേട്ടോ, ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, ഹാർഡിഞ്ച് പ്രഭുവാണ് 1911 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വൈസ്രോയി. 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മാറി ഡൽഹി ആയത്. ആ സമയത്ത് ഇന്ത്യയിൽ വൈസ്രോയി ആരാന്ന് ചോദിച്ചത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. പഠിച്ചല്ലോ, ഹാർഡിഞ്ച് പ്രഭുവാണ്. ഈ ഹാർഡിഞ്ച് പ്രഭു നമുക്ക് വേറെയും ഒന്ന് പഠിക്കാണ്ട്. ഏതാണ്? ബംഗാൾ വിഭജനം അല്ലെ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തോ പഠിക്കാണ്ടല്ലോ. എന്താണ്? ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്. എന്നാൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. പഠിച്ചു വെച്ചോ, ബംഗാൾ വിഭജനം 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭു. ഓക്കെ, കഴ്സൺ പ്രഭു നടപ്പിലാക്കിയതാണ്. ശ്രദ്ധിച്ച് തന്നെ ചോദ്യം വായിക്കണം. ബംഗാൾ വിഭജനം നിർത്തലാക്കിയതായെന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് കഴ്സൺ പ്രഭു കുത്തരുത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാണ് കഴ്സൺ പ്രഭു. നിർത്തലാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോ ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഡൽഹിക്ക് മുമ്പ് ഏതാണ് ചോദ്യം വന്നാൽ അത് ഏതാണ്? ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത മാറി ഡൽഹി ആയ വർഷമാണ് 1911. 1911. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? നമുക്കൊക്കെ അറിയാം, 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഈ 8 വെച്ചിട്ട് തന്നെ എവിടെയും കണക്ഷൻ പോകും. എന്താണ്? കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഔട്ട് വരരുത്. 28, 8 രണ്ടും തമ്മിൽ കണക്ട് ചെയ്യും. രണ്ടിലും 8 ഉണ്ട്. ഓക്കെ, 28 സംസ്ഥാനങ്ങളും
8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നമ്മൾ പഠിച്ച വർഷം നിങ്ങൾ മറക്കരുത്, 1911. എന്താണ്? കൊൽക്കത്ത മാറി ഡൽഹിയായി. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്ത മാറി ഡൽഹി ആയത് 1911. പിന്നെ ബംഗാൾ വിഭജനം നമ്മൾ പഠിച്ചു 1905 നടപ്പിലാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ് അല്ലെ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭുവാണ്. നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഹാർദിൻജ് പ്രഭുവാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചോദ്യം വരുമല്ലോ, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാലും ഡൽഹൌസി പ്രഭുവാണ്. രണ്ട് പഠിച്ചു വെച്ചോ, ഡൽഹൌസി പ്രഭു ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. എപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്? ഇന്ത്യൻ റെയിൽവേ 1853 ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ 1853. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽപാത 1853. എവിടെ മുതൽ എവിടെ വരെയാണ്? ബോംബെ മുതൽ താനെ വരെ ഇന്ത്യയിൽ 1853. കേരളത്തിൽ എപ്പോഴാണ് വന്നത്? 1861. 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത വന്നത്. എവിടെ മുതൽ ഏതുവരെയാണ്? ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇവിടെ ബോംബെ മുതൽ താനെ വരെ, ഇവിടെ ബേപ്പൂർ മുതൽ തിരൂർ വരെ. രണ്ടും പഠിച്ചു വെച്ചോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. എന്താണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ് അല്ലെ. ചുരങ്ങളുടെ നാട്, ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നും ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നും ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് വെച്ചാലും ലഡാക്ക് പീഠഭൂമിയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലഡാക്കിലെ ദ്രാസ് ആണ് അല്ലെ. ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. എന്നാൽ ലഡാക്കിലുള്ള ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം. ഇതൊക്കെ അറിഞ്ഞു വെക്കുക. ചുരങ്ങളുടെ നാട് ചോദ്യം വരും. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ലഡാക്ക് പീഠഭൂമി, അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏതെന്ന് ചോദ്യം വന്നാൽ ലഡാക്ക് പീഠഭൂമിയാണ്. പിന്നെ നമുക്ക് എന്ത് വരും? ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? ലഡാക്കാണ്. പിന്നെ ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ചോദ്യം വരാറുണ്ട് അല്ലെ. ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ലഡാക്കാണ്. അപ്പൊ ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതും ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്കാണ്. അപ്പൊ ലഡാക്കിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. അവിടെ എത്ര ദ്വീപുകൾ ഉണ്ട് എന്ന് ചോദ്യം വരാറുണ്ട്. എത്രയാണ്? 572 ദ്വീപുകൾ ഉണ്ട് അല്ലെ. 572 ദ്വീപുകളാണ് ഉള്ളത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. 572 ദ്വീപുകളാണ് ഉള്ളത്. അപ്പൊ ലഡാക്കിനെ കുറിച്ച് കിട്ടിയല്ലോ. എന്താണ്? ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നതും ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്നതും ഒക്കെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ ദ്രാസ് ആണ്. ദ്രാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? അത് ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. കിഴക്ക് നമുക്ക് ആലോചിക്കാൻ, ചില ആളുകൾക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരാറുണ്ട്. ആലോചിച്ചോ, ഇതാണ് വടക്ക്, ഇത് കിഴക്ക്. ആലോചിച്ച് നോക്കുക, വലത് സൈഡിലുള്ളതാണ് കിഴക്ക്. അപ്പൊ കഴിക്കുന്ന കൈയാണ് കിഴക്ക്, കഴിക്കുന്ന കൈ വലതാണ് കിഴക്ക്, കഴിക്കുന്ന കൈ കിഴക്ക്. അപ്പൊ വലത് കിഴക്ക്, കഴിക്കുക കിഴക്ക്. ആലോചിച്ച് വെക്കാലോ. പിന്നെ വടക്ക്, ഇത് മുമ്പിലാണ്, അതായത് മുമ്പിൽ കാണുന്നതാണ് വടക്ക്. ഓക്കെ, വടക്ക് നമുക്ക് എങ്ങനെ ആലോചിക്കാം? മുമ്പിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? വാട എന്ന് പറയാം അല്ലെ. വടക്ക്. ആ വാടയില് വടക്കുണ്ട്. വടക്കിന്റെ ഓപ്പോസിറ്റ് തെക്ക്, കിഴക്കിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. അത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് വലത് സൈഡിൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാന്ന് ചോദിച്ചാൽ അറബിക്കടൽ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പടിഞ്ഞാറ് അറബിക്കടലാണെന്ന് പല ഡയലോഗുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഇനി ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പടിഞ്ഞാറ് അറബിക്കടലാണ് നമ്മൾ പഠിച്ചു. പടിഞ്ഞാറ് അറബിക്കടലാണ്. പിന്നെ കിഴക്ക് സൈഡിൽ ഏതാണ്? കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. ഇപ്പൊ നമ്മൾ ഏത് പഠിച്ചു? ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കടൽ ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രം. ബംഗാൾ ഉൾക്കടൽ കിഴക്ക് ഭാഗത്താണ്, പടിഞ്ഞാറ് അറബിക്കടലാണ്. ക്ലിയർ അല്ലേ? അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? കിഴക്ക് ഭാഗത്താണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ് എവിടെയാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ളത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. നമുക്കറിയാലോ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ് ചുവന്ന മലകളുടെ നാട് എന്നറിയപ്പെടുന്നതും. പിന്നെ ആദ്യ സൂര്യകിരണം പതിക്കുന്നതിൽ ഇന്ത്യയിൽ ആദ്യം സൂര്യകിരണം പതിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നതും അല്ലെ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നതൊക്കെ ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാട് എന്നും പ്രഭാത കിരണങ്ങളുടെ നാട് എന്നും ചുവന്ന മലകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പഠിച്ചു വെച്ചോ. അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം പതിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അപ്പൊ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. കിട്ടിയല്ലോ. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലിദ്വീപ്, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ചൈന, ശ്രീലങ്ക. ക്ലിയർ അല്ലേ? 1, 2, 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 9 രാജ്യങ്ങളുമായിട്ടാണ് അല്ലെ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ചോദ്യം എങ്ങനെ വരും? ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണ്? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ബാക്കിയുള്ളത് സമുദ്ര അതിർത്തിയാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്ക, എവിടെ? മാലിദ്വീപ്. ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുമായിട്ട് എന്താണ്? സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. അപ്പൊ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണ്? 9 രാജ്യങ്ങളുമായി. പഠിച്ചു വെക്കണേ. 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ശ്രീലങ്ക, മാലിദ്വീപ്. ഈ ശ്രീലങ്ക നമുക്ക് വേറെയും പഠിക്കാണ്ട്, നമ്മുടെ നവോത്ഥാനത്തിലൊക്കെ നമുക്ക് പഠിക്കാണ്ട് അല്ലെ. അതായത് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. സിമ്പിൾ ആണ്. ശ്രീലങ്ക, ശ്രീനാരായണ ഗുരു. സിമ്പിൾ അല്ലേ? ശ്രീലങ്ക, ശ്രീനാരായണ ഗുരു. പിന്നെ വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ചോദ്യം വരാറുണ്ട്. ഏതാണ് ആ വിദേശം? ആ വിദേശം ശ്രീലങ്കയാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ചോദ്യം വരും, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതെന്ന് ചോദ്യം വരും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം എവിടെ? ആളെവിടെ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ചൈന. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അത് മാലിദ്വീപാണ് കേട്ടോ. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറുത് ഏതാണ്? മാലിദ്വീപ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ചൈന. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഏറ്റവും വലിയ അയൽ രാജ്യം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വലുപ്പമാണ്. രാജ്യത്തിന്റെ വലുപ്പം, അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഏറ്റവും ചെറുതാണ് മാലിദ്വീപ്. അത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു ചോദ്യം വരും, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ചോദ്യത്തിൽ എന്താണ് വ്യത്യാസം? അതായത് ഏറ്റവും വലിയ അയൽ രാജ്യം അത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഓക്കെ, അത് ചൈനയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എത്രത്തോളം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ആ വലുപ്പമാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് രാജ്യവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ആളെവിടെ? ബംഗ്ലാദേശ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനും. ഏറ്റവും കുറവ് അതിർത്തി അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദ്യം വരും. ഏതാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. ബംഗ്ലാദേശ്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. നമുക്ക് അതിർത്തി രേഖകൾ പഠിക്കാണ്ടല്ലോ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ. ഓക്കെ, തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ് പോയി കറുപ്പിക്കരുത്, ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. എന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യം ശ്രീലങ്കയാണ് കേട്ടോ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. തെക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ വരച്ചു നോക്ക്. ഇവിടെ കിഴക്കാണ്, അപ്പൊ ഇവിടെ പടിഞ്ഞാറ്, ഇവിടെ വടക്കാണ് നമ്മൾ പറഞ്ഞു. മുമ്പിൽ നോക്കിയിട്ടാണ് വാടാന്ന് പറയാം. അപ്പൊ ഇവിടെയാണ് തെക്ക്. ഇതാണ് ഇന്ത്യ എങ്കിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ശ്രീലങ്ക. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ഏത്?
ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള അയൽ രാജ്യമാണ് ശ്രീലങ്ക. കിട്ടിയല്ലോ, അയൽ രാജ്യങ്ങൾ ക്ലിയർ അല്ലേ? എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? 9. അതിൽ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 7. എത്ര രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ 2. ഏതൊക്കെയാണ് 2? ശ്രീലങ്ക, മാലദ്വീപ്. അതുവരെയും ക്ലിയർ അല്ലേ? പിന്നെ ഓരോന്നിന്റെയും അതിർത്തി രേഖകൾക്ക് ഓരോ പേരുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. പഠിച്ചു വെക്കോ, ഒന്ന് ഞാൻ കുറച്ചു വട്ടം പറഞ്ഞു തരാം, ഇവിടെ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ പഠിച്ചോ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഒരു വട്ടം കൂടെ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാണ്? ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. പിന്നെ ഏതാണ്? ഇന്ത്യ മാലദ്വീപ് ഏതാണ്? 8 ഡിഗ്രി ചാനൽ ആണ് കേട്ടോ. 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖയാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ പഠിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശും ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ. അപ്പൊ ബംഗ്ലാ ബേഗ ബാ വെച്ച് കണക്ട് ചെയ്യുക. തീൻ ബേഗ കോറിഡോർ. അല്ലെങ്കിൽ പേര് നോക്കി നോക്ക്. തീൻ ബേഗ കോറിഡോർ. ഇവിടെ നമുക്ക് 2 ഉത്തരമുണ്ട് ഈ പേരിൽ. കാരണം എന്താ അറിയോ? ഇതിന്റെ നീളം കണ്ടോ? തീൻ ബേഗ കോറിഡോർ. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ അത്രയും വലിയ അതിർത്തി രേഖയാണ്. ആ പേരിലും അത് കാണാനുണ്ട്. ഓക്കെ, അപ്പൊ അത്ര വലിയ അതിർത്തി രേഖയാണ്. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഓക്കെ, പാക് കടലിടുക്ക് അല്ലെങ്കിൽ വരും ഗൾഫ് ഓഫ് മാന്നാർ. പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇത്രയും എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അറിഞ്ഞിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. ഒരു വട്ടം കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. പിന്നെ ഏതാണ്? ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ? ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോ പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒന്ന് ഒരു വട്ടം കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് ഏതൊക്കെയാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്ക് ഇതൊക്കെ ഇവിടെ വടക്ക്. തെക്ക് നമ്മൾ ഏത് പഠിച്ചു? തെക്ക് നമ്മൾ എപ്പോഴും കാണലുണ്ട്, അവിടെ ശ്രീലങ്ക കിടക്കുന്നത്. അപ്പൊ തെക്ക് ശ്രീലങ്ക ഉണ്ട്. ഇവിടെ വടക്കാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. വടക്കാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പടിഞ്ഞാറ് ഭാഗത്താണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറിന്റെ പായും പാകിസ്ഥാന്റെ പായും. ഇനി മറക്കില്ലല്ലോ, പടിഞ്ഞാറ്. അപ്പൊ പടിഞ്ഞാറ് പാകിസ്ഥാൻ 2 സ്ഥാനങ്ങളാണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അപ്പൊ രണ്ടും ഒപ്പം പഠിച്ചു വെച്ചാൽ മതി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒരു സ്ഥലത്താണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെ പഠിച്ചു വെക്കുക? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ 2 സ്ഥാനം. ഓക്കെ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ രണ്ടും ഒരു സ്ഥലത്താണെന്ന് അറിയാലോ. അപ്പൊ വെച്ചിട്ട് പടിഞ്ഞാറിനെ കണക്ട് ചെയ്യുക. പടിഞ്ഞാറ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പൊ വടക്ക് ഏതാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ചൈന, നേപ്പാൾ, ഭൂട്ടാൻ വടക്ക്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. വടക്ക് കിഴക്ക് ഏതാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ. ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ ആണ്. ബംഗ്ലാദേശ്, മ്യാൻമർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ബംഗ്ലാദേശ്, മ്യാൻമർ ആണ് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന ഏതാണ്? ബംഗ്ലാദേശ്, മ്യാൻമർ. അപ്പൊ ഇന്ത്യയുടെ ഏകദേശം അടിസ്ഥാന വിവരങ്ങളൊക്കെ ന്യൂഎസ്സിആർടിയിൽ തന്നിട്ടുള്ളതൊക്കെ പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? പിന്നെ കുറെ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളതുണ്ട്. ജനഗണമന എഴുതി തയ്യാറാക്കിയില്ലേ? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചാൽ ജനഗണമന. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. ജനഗണമന എന്താണ്? ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ജനഗണമന ആരാണ് എഴുതിയത്? ടാഗോർ ആണ് അല്ലെ? ജനഗണമന എഴുതിയത് ടാഗോർ ആണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് ടാഗോർ ആണ്. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഓക്കെ, വന്ദേ മാതരം.
ഈ വന്ദേമാതരം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. അപ്പൊ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും. രണ്ടും ക്ലിയർ അല്ലേ? ഇത് രണ്ടും ആദ്യം ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. രണ്ടും രണ്ട് സമ്മേളനങ്ങളാണ്, പക്ഷെ രണ്ടും കൊൽക്കത്തയാണ്. ഓക്കെ, ദേശീയ ഗാനം ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലും ദേശീയ ഗീതം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലുമാണ്. അപ്പൊ 1896 1911 രണ്ടും കൊൽക്കത്ത സമ്മേളനങ്ങളാണ്. ഓക്കെ, പിന്നെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ സരളാദേവിയാണ് കേട്ടോ. സരളാദേവിയാണ്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അതാണ് ടാഗോർ. മാറിപ്പോവില്ലല്ലോ. ശരിക്കും ടാഗോർ രചിച്ചത് ഗാനമാണ്, പക്ഷെ ആദ്യം ഗീതം ആലപിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. കിട്ടുമല്ലോ, രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായിട്ട് ഗീതം ആലപിച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക. ആരാണ് ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെയാണ് ത്രിവർണ പതാകയിലുള്ള നിറങ്ങൾ? കുങ്കുമം, വെള്ള, പച്ച. ഈ കുങ്കുമത്തിനെ പിങ്ക് ആയിട്ട് കണക്ട് ചെയ്യോ? എന്താണ് കുങ്കുമം? പിങ്ക് എന്ന് കണക്ട് ചെയ്യുന്ന ആളെ കിട്ടും പിംഗലി വെങ്കയ്യ. പിങ്ക് വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. പിംഗലി വെങ്കയ്യാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പതാകയിലുള്ള 3 നിറങ്ങളാണ് കുങ്കുമം, വെള്ള, പച്ച. ചിലപ്പോൾ താഴെ പതാകയിലുള്ള നിറങ്ങളിൽ പെടാത്തത് ഏത് ചോദ്യം വരും. അവിടെ ഏത് നിറം ഉണ്ടാവും? ഓറഞ്ച് വന്ന് കിടക്കുന്നുണ്ടാവും. ഓറഞ്ച് വേഗം പോയി കറുപ്പിക്കരുത്. അവിടെ ഉള്ളത് കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 നിറങ്ങളാണ്. ഇതിൽ കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. കുങ്കുമം നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണ്. അപ്പൊ ദേശീയ പതാക പിംഗലി വെങ്കയ്യ. ഇനി ദേശീയ മുദ്ര ഏതാണ്? ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. സിംഹമുദ്ര. ഓക്കെ, ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്താണ് സിംഹമുദ്ര. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇതിലൊക്കെ ഓരോന്നും അംഗീകരിച്ചത് എപ്പോഴാണ് ചോദ്യം വരാറുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഓരോന്നും അംഗീകരിച്ചത് ദേശീയ ഗാനവും ഗീതവും രണ്ടും ഒരു ദിവസമാണ് അംഗീകരിച്ചത്. ആദ്യം ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. ആദ്യം ദേശീയ പതാക അംഗീകരിച്ചത് എപ്പോഴാണ് പഠിച്ചോ? അതായത് നമുക്ക് എന്തിനാണ് ദേശീയ പതാക? നമ്മൾക്ക് എപ്പോഴും ദേശീയ പതാക കാണുന്നത് എപ്പോഴാണ് ദേശീയ പതാക കാണാറുള്ളത്? ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 15-നാണ് നമ്മൾ പതാക ഉയർത്താറുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം പതാക ഉയർത്തുന്നത് എപ്പോഴാവും? 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് പതാക ഉയർത്തണം. അപ്പൊ അതിനു മുമ്പ് 1947 ഓഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അന്ന് പതാക ഉയർത്തണം. അപ്പൊ അതിനു മുമ്പെങ്കിലും എന്ത് അംഗീകരിച്ചിട്ടുണ്ടാവണം? ദേശീയ പതാക അംഗീകരിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം 1947 ഓഗസ്റ്റ് അല്ല, 1947 ഈ ഓഗസ്റ്റിന്റെ തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജൂലൈ ആണ്. ഓഗസ്റ്റിന്റെ തൊട്ട് മുമ്പുള്ള മാസം ജൂലൈ 22-നാണ് ദേശീയ പതാക അംഗീകരിച്ചത്. അപ്പൊ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാലേ ഓഗസ്റ്റ് 15-ന് ഇത് നിവർത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഉയർത്തണമെങ്കിൽ എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള മാസമെങ്കിലും ഇത് അംഗീകരിക്കണം. അപ്പൊ ഈ ഡേറ്റ് കിട്ടിയല്ലോ. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത്. അത് ക്ലിയർ ആയി. ഇനി ഗാനവും ഗീതവും രണ്ടും അംഗീകരിച്ചത് ഒരു ദിവസമാണ്. നമ്മൾ എപ്പോഴും ദേശീയ ഗാനവും ഗീതൊക്കെ കേൾക്കാറുള്ളത് എപ്പോഴാണ്? നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ്. സ്കൂൾ വിടുമ്പോൾ കേൾക്കും, അതാലോചിക്കണ്ട. റിപ്പബ്ലിക് ഡേക്ക് നമ്മളിത് എന്ത് ചെയ്യും? ആലപിക്കും. ദേശീയ ഗാനം അല്ലെങ്കിൽ ഗീതം റിപ്പബ്ലിക് ഡേക്ക് ആലപിക്കും. എപ്പോഴാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ? ജനുവരി 26. അപ്പൊ 1950 ജനുവരി 26 ആലോചിക്കുക. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആലോചിക്കുക. 1950 ജനുവരി 26. അതിന്റെ തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പെങ്കിലും. കാരണം ഈ കുട്ടികൾ ഇത് പാട്ട് പഠിച്ചിട്ട് വരണമെങ്കിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് ടൈം കിട്ടണം. അപ്പൊ 24-ന് ഇത് അങ്ങോട്ട് അംഗീകരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ് 25-ന് പോയിട്ട് ദേശീയ ഗാനവും ഗീതവും പഠിച്ചിട്ട് വരിക. ഗ്രൂപ്പ് സോങ് അല്ലേ? അപ്പൊ ദേശീയ ഗാനവും ഗീതവും ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ട് വരിക. 26-ന് അത് ആലപിക്കണം. അപ്പൊ ഇത് അംഗീകരിച്ചത് 24-നാണ്. 24-ന് ഇത് അംഗീകരിച്ചാലേ 26-ന് ഇവർക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പൊ രണ്ടും കിട്ടിയല്ലോ. അപ്പൊ ദേശീയ ഗാനവും ഗീതവും രണ്ടും ഒരു ദിവസമാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ദേശീയ മുദ്ര അത് 26-ന് തന്നെയാണ് കേട്ടോ. 1950 ജനുവരി 26-ന് തന്നെയാണ് ദേശീയ മുദ്ര അംഗീകരിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
ഭരണഘടന നിലവിൽ വന്നതിൽ 1950 ജനുവരി 26, 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. പക്ഷെ അംഗീകരിച്ചത് എപ്പോഴാണ്? ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1949 നവംബർ 26, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. ഈ നവംബർ 26 ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിയമദിനം, ഭരണഘടനാ ദിനം, നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ദേശീയ മുദ്ര അംഗീകരിച്ച ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതും ജനുവരി 26. അംഗീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നവംബർ 26. 1949 നവംബർ 26 അംഗീകരിച്ചത്. നിലവിൽ വന്നത് 1950 ജനുവരി 26. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ആരാണ് ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ കിട്ടി. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി ആയത് 1911 നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ നമുക്ക് ചോദ്യം വരും, ഇപ്പൊ നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ റോയൽ ബംഗാൾ കടുവയാണ്. റോയൽ ബംഗാൾ കടുവ. കടുവക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ സിംഹമാണ് കേട്ടോ. സിംഹം. ഓക്കെ, സിംഹം. കടുവക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ സിംഹമാണ്. അപ്പൊ അതും ഒന്ന് പഠിച്ചു വെക്കുക. ഈ കടുവയുടെ ശാസ്ത്രീയ നാമം ചോദ്യം വരും. റോയൽ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. അതുകൊണ്ട് തന്നെ കടുവയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ പാന്തേര ടൈഗ്രിസ് എന്നാണ്. പാന്തേര ടൈഗ്രിസ്. കടുവ എന്താണ്? ടൈഗർ ആണ്. അപ്പൊ ടൈഗ്രിസ് അത് വെച്ച് കണക്ട് ചെയ്യുക. ടൈഗ്രിസ്. ഓക്കെ, പാന്തേര ടൈഗ്രിസ് ആണ്. അപ്പൊ ടൈഗർ വെച്ച് കണക്ട് ചെയ്യുക. ടൈഗ്രിസ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. പിന്നെ ദേശീയ പക്ഷിയാണ് മയിൽ. മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. എന്നാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും. എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടുക എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ. ഓക്കെ, ശാസ്ത്രീയ നാമങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാത്തിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ടിട്ടായാലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫന്റ് ആലോചിക്കുക, എലിഫന്റ്. അപ്പൊ എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആനയുടെ ശാസ്ത്രീയ നാമമാണ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ജനഗണമന ആലപിച്ചത് ആരാന്ന് വെച്ചാൽ സരളാദേവിയാണ്. ആദ്യം ആലപിച്ചത് സരളാദേവിയാണ്. ഓക്കെ, ആദ്യം ആലപിച്ചതാണ് 1911. അംഗീകരിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ 1950 ജനുവരി 24. അപ്പൊ ആദ്യം ആലപിച്ചത് സരളാദേവി. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിലുള്ള പോയിന്റും നമ്മൾ പഠിച്ചു. കുറച്ചധികം പോയിന്റുകളും നമ്മൾ എക്സ്ട്രാ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാതും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ആകെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അതായത് ഇനി അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നൊരു ഊർജ്ജം ഉണ്ടാകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, നല്ലതായാലും മോശമായാലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ നമുക്ക് നോക്കാം. 5ാം ക്ലാസ്സിലെ പാഠമായിട്ടുള്ള വരയ്ക്കാം വായിക്കാം, അതിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശ്. ഏതാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം? ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. പഠിച്ചു വെച്ചോ. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം, യുപിയുടെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ലക്നൗ. യുപിയുടെ തലസ്ഥാനം ലക്നൗ ആണ്. ഈ UP അതായത് ഉത്തർപ്രദേശ് 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാന്നൊക്കെ നമുക്ക് ചോദ്യം വരാറുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിച്ചോ. 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഇതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചോ. 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള അല്ലെങ്കിൽ ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന 1857 വിപ്ലവം വ്യാപിച്ച ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശമാണ് ഏത്? ഉത്തർപ്രദേശ്. ഓക്കെ, ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. ഈ 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാന്നൊക്കെ നമുക്ക് പഠിക്കാണ്ടില്ല. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. പഠിച്ചിട്ട് പോവാ. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. ഈ ഉത്തർപ്രദേശ് രൂപീകൃതമായത് എപ്പോഴാണ്? കേരളം രൂപീകൃതമായ അതേ ദിവസം 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് ഉത്തർപ്രദേശ് രൂപീകൃതമായത്. ഓക്കെ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. രൂപീകൃതമായ വർഷം 1956, ദിവസം നവംബർ 1. കേരള പിറവി ദിനത്തിന്റെ അന്ന് തന്നെയാണ് ഏത്? ഉത്തർപ്രദേശും രൂപീകൃതമായത്. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്
ഉത്തർപ്രദേശാണ്. പലർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശാണ്. ഈ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ഉത്തർപ്രദേശ് രൂപീകൃതമായത് 1856 നവംബർ 1-നാണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? അപ്പൊ 1857 വിപ്ലവം പഠിച്ചു വെച്ചോ. 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശമാണ് ഉത്തർപ്രദേശ്. യുപിയിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നതും ഉത്തർപ്രദേശാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ? ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നു. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇനി നിങ്ങൾക്ക് വായിക്കേണ്ട ഇടവരരുത്. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഒരുപാട് സമയം ഇനി ഇതിന് കൊടുക്കേണ്ടി വരരുത്. ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എന്തായാലും പെർഫെക്റ്റ് ആയി തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞോ, ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ ആണ്. ഉത്തർപ്രദേശ് രൂപീകൃതമായത് 1856 നവംബർ 1-നാണ്. ഓക്കെ, പിന്നെ കരിമ്പും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ എന്തെന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ക്ലിയർ അല്ലേ? ഇതുവരെയുള്ള പോയിന്റ് ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ജസ്റ്റ് അറിഞ്ഞു നോക്കുക, ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരും, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യമാണ് നേപ്പാൾ. ഓക്കെ, ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. പഠിച്ചു വെച്ചോ. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് നേപ്പാൾ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവെക്കുന്നത്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് കേട്ടോ. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവെക്കുന്നത്. എത്ര സംസ്ഥാനങ്ങൾ? 8 സംസ്ഥാനവുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? നേപ്പാളാണ്. 8 സംസ്ഥാനങ്ങളുമായിട്ടും പങ്കുവെക്കുന്നു. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ് കേട്ടോ. ഡൽഹിയാണ് ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശം. ഡൽഹി എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി. പിന്നെ അതുപോലെ തന്നെ ഈ ഡൽഹി ആയ വർഷം, ഡൽഹിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അത്ര ചെറുതായിട്ടൊന്നും ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഏതാണ്? കൊൽക്കത്ത ആയിരുന്നു ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം. എപ്പോഴാണ് കൊൽക്കത്ത മാറി ഡൽഹി ആയത്? 1911-ലാണ് അല്ലെ. 1911-ലാണ് കൊൽക്കത്ത മാറി ഡൽഹി ആയത്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറി ഡൽഹി ആയത് എപ്പോഴാണ്? 1911-ലാണ്. ഓക്കെ, 1911. ആ സമയത്ത് വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് കേട്ടോ. ഹാർഡിഞ്ച് പ്രഭു. അപ്പൊ ക്ലിയർ അല്ലേ? ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ നേപ്പാളാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ലക്നൗ ആണ്. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. യുപി രൂപീകൃതമായത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1956 നവംബർ 1-നാണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക് ആണ് കേട്ടോ. കഥക്. ഇത് പഠിച്ചു വെച്ചു. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം ഏതാണ്? കഥക് ആണ്. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപമാണ് കഥക്. കഥക്കാണ് ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദ്യം വരില്ലേ? ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ്. ദീനാനാഥ് ഭാർഗവ. ഓക്കെ, ദീനാനാഥ് ഭാർഗവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര അല്ലെ. ഇന്ത്യയുടെ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനാനാഥ് ഭാർഗവ. എപ്പോഴാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചതെന്ന് ചോദ്യം വന്ന 1950 ജനുവരി 26-നാണ്. ജനുവരി 26-നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. എപ്പോഴാണ്? 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി
ജനുവരി 26. അപ്പൊ ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ പതാകയിലെ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്, നമ്മുടെ അശോക ചക്രം അല്ലെ ദേശീയ പതാക. ആരാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? അത് പിംഗലി വെങ്കയ്യ അല്ലെ, പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയിലുള്ള നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 നിറങ്ങളാണ് ദേശീയ പതാകയിലുള്ളത്. കുങ്കുമം, വെള്ള, പച്ച. കുങ്കുമം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ധീരത, ത്യാഗം എന്നിവ അല്ലെ. നമുക്ക് ചോദ്യം വരാറുണ്ട്, നമ്മുടെ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വെള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ് കുങ്കുമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദ്യം വന്നാൽ വെള്ള നിറം എന്തിനാണ്? സത്യം, സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് ചോദ്യം വന്ന പിംഗലി വെങ്കയ്യാണ്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. ദീനാനാഥ് ഭാർഗവ. അപ്പൊ ഈ ദേശീയ പതാകയിൽ വെള്ള നിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രം, നമ്മുടെ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്ന എവിടെ നിന്നാണ്? അതും ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ധീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. അപ്പോൾ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെന്നും ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തതാരെന്നും പഠിക്കണം. ഓക്കെ, ഉത്തർപ്രദേശിലെ പ്രധാന നഗരങ്ങൾ, ഇതൊക്കെ നമ്മൾ 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്ന് കാൺപൂർ. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ഓക്കെ, നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. പിന്നെ ലക്നൗ ആരാണ്? ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ വാരണാസി, ആഗ്ര, അലഹാബാദ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് ഇതൊക്കെ എവിടുത്തെ പട്ടണങ്ങളാണ്? ഉത്തർപ്രദേശിലെ പ്രധാന പട്ടണങ്ങളാണ്. ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ അത് കാൺപൂർ ആണ്. ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്നൗ ആണ് കേട്ടോ. ലക്നൗ ആണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം. ഇതാണ് എന്തറിയപ്പെടുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇത് പഠിച്ചു വെച്ച ചോദ്യം വരും. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ്. ഓക്കെ, ഇതൊക്കെ പ്രധാന പട്ടണങ്ങളാണ്. ഇനി ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം, വാരണാസിയാണ് ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്ന ഏതാണ്? വാരണാസിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഓക്കെ, ഇനി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഞാൻ പറഞ്ഞു കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഈ കാൺപൂരിൽ 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ആരാണ് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? അത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് ആണ് ബീഹാറിൽ നേതൃത്വം നൽകിയത്. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ, പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് അസിമുള്ള ഖാൻ. അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം ഏതാണ്? അലഹബാദ് ആണ് കേട്ടോ. അലഹബാദ് ആണ് ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് അലഹബാദ് ആണ്. തലസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പഠിക്കണം? ലക്നൗ ആണ്. നീതിന്യായ തലസ്ഥാനം എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് അലഹാബാദ് ആണ്. അലഹാബാദിന്റെ പുതിയ പേര് എന്താണ്? ഇത് പഠിച്ചു വെച്ചോ. പ്രയാഗ് രാജ് എന്നാണ് അലഹാബാദിന്റെ പുതിയ പേര്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. അലഹാബാദിന്റെ പുതിയ പേര് ചോദ്യം വരും. എന്താണ്? പ്രയാഗ് രാജ്. എന്താണ്? പ്രയാഗ് രാജ് എന്നാണ് അലഹാബാദിന്റെ പുതിയ പേര്. അലഹാബാദിന്റെ പുതിയ പേരെന്താണ്? പ്രയാഗ് രാജ്. എപ്പോഴാണ് ഉത്തർപ്രദേശ് രൂപീകൃതമായത്? 1956 നവംബർ 1-നാണ്.
നവംബർ 1-നാണ് ഉത്തർപ്രദേശ് രൂപീകൃതമായത്. എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്. പിന്നെ കരിമ്പും പഞ്ചസാരയും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലക്നൗ ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണെന്നും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നറിയപ്പെടുന്നത് വാരണാസിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഈ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് ന്യൂഎസ്സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും ചോദ്യം പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ചോദ്യം വരും. ന്യൂഎസ്സിആർടി ആണ്. പിന്നെ റയർ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ ഇന്ത്യയുടെ വിശുദ്ധ നഗരം അത് അറിയുന്നുണ്ടാവും. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഓഫ് ഇന്ത്യ അതും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇത് പ്രയാഗ്രാജ് എന്തായാലും ചോദ്യം വരും. കാരണം അലഹാബാദിന്റെ നിലവിലെ പേരെന്താന്ന് ചോദ്യം വരാൻ നല്ല സാധ്യത ഉണ്ട്. എന്താണ്? പ്രയാഗ്രാജ് എന്നാണ്. അപ്പൊ അതും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോവുക. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ന്യൂഎസ്സിആർടിത്തെ ഓരോ ചെറിയ പോയിന്റ്സും ഓരോ മൈന്യൂട്ട് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ പഠിച്ചിട്ട് തന്നെ പോവുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാസ്കോ ഡ ഗാമയെ കുറിച്ചിട്ടാണ്. ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു പേരാണല്ലേ വാസ്കോ ഡ ഗാമ. ആരാണ് വാസ്കോ ഡ ഗാമ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോ ഡ ഗാമ അല്ലെ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? വാസ്കോ ഡ ഗാമയാണ്. നമ്മുടെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള വരയ്ക്കാം വായിക്കാം എന്ന പാഠത്തിലാണ് നമുക്ക് വാസ്കോ ഡ ഗാമയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പോയിന്റ്സ് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാണ്ടോ അതൊക്കെ നമുക്ക് പഠിച്ചു പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, സാറെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് പോലെ ഇനിയും പഠിപ്പിക്കണം. അപ്പൊ നിങ്ങളുടെ ഇതുപോലത്തെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഞാൻ പഠിപ്പിക്കുന്നത് ഇഷ്ടം അതുപോലെ തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും പഠിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയുള്ള ക്ലാസ് ആണ്, എനിക്ക് ഉപകരിക്കാനല്ല, നിങ്ങൾക്കാണ് ഉപകരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പറഞ്ഞു തരുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കേട്ടിട്ടാണെങ്കിലും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഇവിടെ നമ്മുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അധികം ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കണക്ട് ആയിക്കോളും. അപ്പോൾ ക്ലാസ് നല്ല രീതിയിൽ തന്നെ കേട്ട് പഠിച്ചിട്ട് പോവുക എല്ലാവരും. ഇനി ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നവരായാലും കേട്ടിട്ടായാലും നിങ്ങൾ പഠിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ടായാലും നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് നോക്കാം. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ്. യൂറോപ്യൻ. എന്നാൽ യൂറോപ്യൻ അതായത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ ആരെന്ന് ചോദിച്ചാൽ അതായത് യൂറോപ്യന്മാർ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഓക്കെ, പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ. എന്നാൽ ഒരു വ്യക്തിയെ ചോദിച്ചാൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ അത് വാസ്കോ ഡ ഗാമയാണ്. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോ ഡ ഗാമ. എന്നാൽ യൂറോപ്യർ ചോദിച്ചാൽ യൂറോപ്യന്മാരുടെ ഓർഡർ നമുക്ക് പഠിക്കാൻ കേട്ടോ. ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരാന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് അല്ലെ. പോർച്ചുഗീസുകാർ, പിന്നെ ആരാണ്? ഡച്ചുകാർ അല്ലെ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ആ ഓർഡറിന് നമുക്കൊരു കോഡ് ഉണ്ടല്ലോ, എപ്പോഴും പറയുന്ന കോഡാണ് അല്ലെ. പോഡാ ബി ഫ്രൈ. പോഡാ ബി ഫ്രൈ. ഓക്കെ, പോഡാ ബി ഫ്രൈ ഇത് ഓർത്ത് വെച്ചാൽ മതിയെ. പോഡാ ബി ഫ്രൈ എന്ന് ഓർത്ത് എന്ത് കിട്ടും? പോർച്ചുഗീസുകാരാണ് ആദ്യം കടൽ മാർഗം ഇന്ത്യയിലെത്തിയത് അല്ലെ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പിന്നെ രണ്ടാമതെത്തിയത് ഡച്ചുകാരാണ്. ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. ഈ ഓർഡറിലാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വന്നിട്ടുള്ളത്. എങ്ങനെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. എന്താണ് കോഡ്? പോഡാ ബി ഫ്രൈ. പോഡാ ബി ഫ്രൈ അല്ലെ. ഈ കോഡ് പഠിച്ച എന്ത് കിട്ടും? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഇത്രയും ക്ലിയർ ആയോ? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ ഓർഡറിലാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ എത്തിയിട്ടുള്ളത്. ഇനി വേറൊന്ന് പറഞ്ഞുതരാം. തിരിച്ചു പോയ ഓർഡർ നമുക്ക് പഠിക്കാണ്ടാവും. അതിങ്ങനെ പഠിച്ചു വെക്കുക. ഡാ ബീഫേ പോ. അതായത് ആദ്യം ഇന്ത്യയിൽ എത്തിയത് ആരെന്ന് ചോദിച്ചാലും അവസാനം ഇന്ത്യയിൽ നിന്നും പോയത് ആരെന്ന് ചോദിച്ചാലും രണ്ടും പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഉണ്ടായിരുന്നത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യന്മാർ ആരെന്ന് ചോദ്യം വന്നാൽ അത് പോർച്ചുഗീസുകാരാണ്. ആദ്യം ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് ആരാണ്? ഡാണാണല്ലേ രണ്ടാമത് പഠിച്ചത്. അപ്പൊ ഡച്ചുകാരാണ്, പിന്നെ ബ്രിട്ടീഷുകാരാണ്, പിന്നെ ഫ്രഞ്ചുകാരാണ്. ഇനി തിരിച്ചു പോയത് ഡാ ബീഫേ പോ. അപ്പൊ ആദ്യം ഡച്ചുകാരാണ് പോയത് അല്ലെ. ഡച്ചുകാരാണ്, പിന്നെ ബ്രിട്ടീഷുകാരാണ്, പിന്നെ ഫ്രഞ്ചുകാരാണ്,
പിന്നെയാണ് പോർച്ചുഗീസുകാർ. അപ്പൊ അവസാനം ഇന്ത്യയിൽ നിന്നും പോയത് ആരെന്ന് ചോദ്യം വന്നാലും അതാരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ, പോർച്ചുഗീസുകാരാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാസ്കോ ഡ ഗാമയെ കുറിച്ചിട്ടാണ് അല്ലേ. വാസ്കോ ഡ ഗാമ, ഇവിടെ ഈ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇന്ത്യയിലേക്ക് എത്തിയ ഓർഡർ എങ്ങനെയാണ്? പോഡ ബി ഫ്രൈ, അതായത് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഈ ഓർഡറിലാണ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. തിരിച്ചു പോയത് എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഡാ ബി ഫേ പോ, അതായത് ആദ്യം ഡച്ചുകാർ പോയി, പിന്നെ ബ്രിട്ടീഷുകാർ പോയി, പിന്നെ ഫ്രഞ്ചുകാർ പോയി, പിന്നെ പോർച്ചുഗീസുകാർ പോയി. ഇവിടെ ഈ ഡച്ചുകാരെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാണ്ടല്ലോ. നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരു കാര്യം പഠിക്കാണ്ട്, ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം. കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം. അപ്പൊ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. ക്ലിയർ അല്ലേ? 1741 കുളച്ചൽ യുദ്ധം. ഇനി ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം? കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മൾ പറഞ്ഞു ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധമാണ്. ഈ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മ. ഓക്കെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ചോദ്യം വരാറുണ്ട്, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോഴാണ്? 1741. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കുന്നതാണ് ഇഷ്ടമെന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതായത് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാൻ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങളാണ്. ഓരോ കമന്റുകളും വായിക്കുമ്പോഴാണ് എത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ് ചെയ്യണം എന്ന് നമുക്ക് തോന്നാറുള്ളത്. അപ്പൊ നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ മാത്രം അറിയിക്കണം, മോശമാണെങ്കിലും അതും അറിയിക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മോശമാണെങ്കിലും അറിയിക്കണം. എല്ലാം നമ്മൾ അറിയേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക. അപ്പൊ കുളച്ചൽ യുദ്ധം 1741 ശ്രദ്ധിക്കണം. ഈ വർഷം പഠിച്ചു വെച്ചോ. 1741. അതെന്താണ്? ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പൊ ഇങ്ങനെയും ചോദ്യം വരും, അതായത് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരാണ്? നമ്മൾ പഠിച്ചു മാർത്താണ്ഡവർമ്മയാണ് അല്ലെ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഈ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. പഠിച്ചു വെച്ചോ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ അശോകൻ, തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ. തിരുവിതാംകൂറിലെ അശോകൻ അല്ല, ആധുനിക അശോകൻ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക അശോകൻ, തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്ന് പറയാം 1741. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമാണ്. ആദ്യം ഇന്ത്യ വിട്ട് പോയതാരാണ്? ഡച്ചുകാരാണെന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. തിരിച്ചു പോയത് എങ്ങനെയാണ്? ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ. ഡാ ബി ഫേ പോ, അതായത് ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ അല്ലെ. ഈ ഓർഡറിലാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ കോഡ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കോഡ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം പഠിക്കണം. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് പഠിക്കണം. ഓക്കെ, ഇനി ഈ കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാരുടെ നേതാവ് ആരായിരുന്നു അല്ലെ? ഡച്ച് സൈന്യാധിപൻ ആരെന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ്? അതൊന്ന് പഠിച്ചു വെച്ചോ. ഡച്ച് സൈന്യാധിപൻ ചോദിക്കും. അത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ്. ഓക്കെ, ഈ ഡിലനോയ് പഠിച്ചു വെച്ചോ. ഡിലനോയ്. ഓക്കെ, ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. അപ്പൊ ആരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരെയാണ്. ഈ ഡച്ചുകാരുടെ സൈന്യാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ഇനി നമ്മൾ പഠിച്ചു കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ അല്ലെ, ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആണ് വാസ്കോ ഡ ഗാമ. ഈ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം പഠിച്ചു വെച്ചോ. 1498 മെയ് 20. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇത് പഠിച്ചു വെച്ചോ. ഇങ്ങനെ ഈ 1498 വാസ്കോ ഡ ഗാമ ഇവിടെ എത്തണമെങ്കിൽ വാസ്കോ ഡ ഗാമ അവിടെ നിന്നും, അതായത് ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. അപ്പൊ പഠിച്ചു വെച്ചോ, എവിടെ നിന്നാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത് എന്ന് ചോദ്യം വന്നാൽ എവിടെ നിന്നാണ്? ലിസ്ബൺ. ഓക്കെ, ലിസ്ബണിൽ നിന്നും.
ഓക്കെ, ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. ഈ വർഷം ചോദിക്കും എപ്പോഴായിരിക്കും വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ചത്. ഒന്ന് ഓർഡർ നോക്കി നോക്ക്. 1498 ഇവിടെ എത്തണം. ഓക്കെ, ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ദൂരമല്ല, കപ്പലിലാണ് വന്നിട്ടുള്ളത്, അല്ലെ കടൽ മാർഗം സഞ്ചരിച്ചതാണ്. അപ്പൊ പെട്ടെന്നൊന്നും എത്തൂല. അപ്പൊ എങ്ങനെയും എത്ര വേണം, ഒരു വർഷമെങ്കിലും സമയം എടുത്തിട്ടുണ്ടാവും. കാരണം ഇങ്ങോട്ടുള്ള വഴി ആർക്കും അറിയില്ല, ഇന്ത്യയിലേക്കുള്ള വഴി ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കണ്ടുപിടിച്ചത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. കടൽ മാർഗമുള്ള ഈ റൂട്ട് കണ്ടുപിടിച്ചത് ആരാണ്? വാസ്കോ ഡ ഗാമയാണ്. അപ്പൊ ഒരുപാട് സമയം എടുത്തിട്ടാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഒരു വർഷം മുമ്പെങ്കിലും പുറപ്പെടണ്ടേ. അപ്പൊ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത് 1497 അപ്പൊ 1497 ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച വാസ്കോ ഡ ഗാമ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് പഠിച്ചു പോ 1498 മെയ് 20. റിപ്പീറ്റ് ചെയ്യണേ, 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അപ്പൊ യാത്ര തിരിച്ചത് ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1497. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ 1498 മെയ് 20 കടൽ മാർഗം ആദ്യമായി ഒരു യൂറോപ്യൻ ഇന്ത്യയിൽ വന്ന് കാലുകുത്തുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും ഗാമയുടെയും സംഘത്തിന്റെയും യാത്രക്കായി പുറപ്പെട്ട പായ് കപ്പലുകളുടെ എണ്ണം 4. ഈ എണ്ണങ്ങൾ ചിലപ്പോൾ ചോദ്യം വരും. USCRTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ് അല്ലേ, ചോദ്യം വരില്ലേ? അപ്പൊ 4 കപ്പലുകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 4 കപ്പലുകൾ, 4 പായ് കപ്പലുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എവിടെ നിന്നും യാത്ര തിരിച്ചു? ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. അത് 1497 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. ഇവിടെ എത്തിയത് എപ്പോഴാണ്? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത് 1498 മെയ് 20. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് നോക്കേണ്ടി വരരുത്, ഇവിടെ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. 1498 മെയ് 20 നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൂടെ പറയണേ. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ 1497 എന്താണ്ടായത്? എവിടെ നിന്നുമാണ് യാത്ര തിരിച്ചത്? ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ യാത്ര തിരിച്ചത്. എപ്പോഴാണ് കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? എപ്പോഴാണ്? 1498. ഇനി ആ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, മെയ് 20. ഇപ്പൊ ക്ലിയർ ആയില്ലേ? 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. അപ്പൊ ഇതുവരെ ക്ലിയർ ആയി. ഇനി യാത്രക്കായി പുറപ്പെട്ട പായ്ക്കപ്പലുകളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണമാണ്. 4 പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 കപ്പലുകളുടെ പേര്, അതായത് 3 കപ്പലുകളുടെ പേര് നമുക്ക് പഠിക്കാണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. ഓക്കെ, സഞ്ചരിച്ച കപ്പൽ നമുക്ക് പഠിക്കാണ്ട്, വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ നമുക്ക് പഠിക്കാണ്ട്. ഏതാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ? ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവല്ലോ, സെന്റ് ഗബ്രിയേൽ ആണ് അല്ലെ. സെന്റ് ഗബ്രിയേൽ ആണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. അതായത് ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. അത് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ എന്നാണ് കേരളത്തിൽ എത്തിയത്? 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയില്ലേ. ഓക്കെ, അപ്പോ സെന്റ് ഗബ്രിയേൽ ആണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. ഇനി വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ നമുക്ക് ചോദ്യം വരും. ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. അപ്പൊ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേൽ, വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ സെന്റ് റാഫേൽ ദി ബെറിയോ. ഓക്കെ, അപ്പൊ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ. പഠിച്ചല്ലോ, വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. പിന്തുണച്ച 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ അല്ലെങ്കിൽ സെന്റ് ബെറിയോ. സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ 2 കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? വാസ്കോ ഡ ഗാമ എപ്പോഴാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്? 1497 മെയ് 20 വാസ്കോ ഡ ഗാമ എവിടെ നിന്നും യാത്ര തിരിച്ചത്? 1497 ഏത് വർഷം പഠിച്ചു നോക്കുക. 1497 വാസ്കോ ഡ ഗാമ ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്. ഡേറ്റ് നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? അതായത് ഇവിടെ എത്തിച്ചേർന്ന വർഷം 1498 മെയ് 20 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 1498 മെയ് 20. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോ. 1498 മെയ് 20 1497 വാസ്കോ ഡ ഗാമ അവിടെ നിന്നും യാത്ര തിരിച്ചത്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വാസ്കോ ഡ ഗാമ ഒരു തവണയല്ല കേരളം സന്ദർശിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചു 1498 കേരളത്തിൽ എത്തി നമ്മൾ പഠിച്ചിരുന്നു. പിന്നെയും വന്നു. 2ാം തവണ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2 ആലോചിച്ചാൽ മതി. 2ാം തവണ വന്നത് 1502 1502 2ാം തവണയല്ലേ. അപ്പൊ 2 വെച്ച് കണക്ട് ചെയ്യാലോ. ഇനി 3ാം തവണ 3 വെച്ച് കണക്ട് ചെയ്യേണ്ട, കാരണം അത് 1524 1524 3ാമതായിട്ട് വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചത്. ഓക്കെ,
അപ്പൊ ഇന്ത്യയിലെ മൂന്നാമത്തെ വൈസ്രോയി 3 തവണ കേരളം സന്ദർശിച്ചതും ആലോചിക്കുക. ഇന്ത്യയിലെ മൂന്നാമത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാലും നമ്മൾ പഠിച്ചു വെക്കുക, അത് വാസ്കോ ഡ ഗാമയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഈ എണ്ണം പഠിച്ചു വെക്കണേ. നേരത്തെ നമ്മൾ പായ്ക്കപ്പലുകളുടെ എണ്ണം പഠിച്ചു, 4 എണ്ണം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചു വെക്കണം, ഇന്ത്യയിലേക്കുള്ള യാത്രയിലെ വാസ്കോ ഡ ഗാമയുടെ നാവിക സംഘങ്ങളുടെ എണ്ണം എത്രയാണ്? അംഗങ്ങളുടെ എണ്ണം 170 ആണ്. എത്ര അംഗങ്ങളാണ്? 170 അംഗങ്ങളാണ് കേട്ടോ. എത്രയാണ്? 170 അംഗങ്ങൾ. 170 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത ഗാമയും കൂട്ടരും ആദ്യം എത്തിച്ചേർന്നത് എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ്. ഞാൻ പറഞ്ഞു, കാരണം അവർക്ക് റൂട്ട് അറിയില്ല. അപ്പൊ ഒരുപാട് സമയം എടുത്തിട്ട് വേണം അവിടെ എത്താന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കണക്ട് ചെയ്ത് തന്നത്? 1497 അവിടെ നിന്നും യാത്ര തിരിച്ചിട്ടും എപ്പോഴാണ് എത്തിയത്? 1498 മെയ് 20 എത്തിയത്. അപ്പൊ അത് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും സമയം എടുത്തു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത ഗാമയും കൂട്ടരും ആദ്യം എത്തിച്ചേർന്നത് എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ് എത്തിച്ചേർന്നത്. അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച ഗാമയുടെ നാവിക സംഘം എത്തിച്ചേർന്ന തുറമുഖം. ഈ തുറമുഖത്തിന്റെ പേര് പഠിച്ചു വെക്കണേ. മാലിന്നി തുറമുഖം. മാലിന്നി തുറമുഖം. മാലിന്നി തുറമുഖം. മാലിന്നി തുറമുഖം. ഓക്കെ, ആഫ്രിക്കയിലെ തുറമുഖമാണ് മാലിന്നി തുറമുഖം. ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച ഗാമയുടെ നാവിക സംഘം എത്തിച്ചേർന്ന തുറമുഖം മാലിന്നി തുറമുഖം. മാലിന്നി തുറമുഖം. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കോഴിക്കോടിന് അടുത്തുള്ള കാപ്പാട് എത്തിച്ചേരാൻ വാസ്കോ ഡ ഗാമയെ സഹായിച്ച കാറ്റ്. ഇത് പഠിച്ചോ, മൺസൂൺ കാറ്റാണ്. മൺസൂൺ കാറ്റ് ഏതാണ്? മൺസൂൺ കാറ്റാണ് കേട്ടോ. മൺസൂൺ കാറ്റ് എന്താണ്? 1498 മെയ് 20. ഇത്ര നേരം നമ്മൾ പഠിച്ച ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1498 മെയ് 20. എന്താണ്? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേരാൻ വാസ്കോ ഡ ഗാമയെ സഹായിച്ച കാറ്റ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മൺസൂൺ കാറ്റാണ്. ഇത് ചോദ്യം വരും, ഞാൻ ഉറപ്പ് പറയുന്നത്. എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചോദ്യം വരും. ഓക്കെ, നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ് മൺസൂൺ കാറ്റ്. പഠിച്ചു വെച്ചോ. പിന്നെ നമ്മൾ എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ആളുകളുണ്ടായിരുന്നു? 170 അല്ലെ? 170 എന്ന് പഠിച്ചു. പായ്ക്കപ്പലുകളുടെ എണ്ണം 4 എന്നും നമ്മൾ പഠിച്ചു. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. കടൽ മാർഗം ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്യൻ. അതൊന്നും നോക്കണ്ട. ആദ്യം ഞാൻ പറഞ്ഞു എപ്പോഴാണ്, എവിടെ നിന്നുമാണ് യാത്ര തിരിച്ചത് വാസ്കോ ഡ ഗാമ? ലിസ്ബണിൽ നിന്നും 1497 യാത്ര തിരിച്ചു. യാത്ര തിരിച്ചത് എപ്പോഴാണ്? 1497 അല്ലെ? 1497. എന്നിട്ട് എപ്പോഴാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? 1498 മെയ് 20. മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. 1498 മെയ് 20. വാസ്കോ ഡ ഗാമയെ ഇനിയും കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് പഠിച്ചിട്ട് പോകും. എന്തായാലും വാസ്കോ ഡ ഗാമയെ പറ്റി പഠിക്കാൻ നമ്മൾ ഇവിടെ വന്ന് കയറി. അപ്പൊ ഒന്ന് മൊത്തം ഏകദേശം അറിയേണ്ടതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. അപ്പൊ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി വാസ്കോ ഡ ഗാമയെ, അതായത് വാസ്കോ ഡ ഗാമ ഒപ്പം പുറപ്പെട്ട പായ്ക്കപ്പലുകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ അത് 4 ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, എത്ര ആളുകളുടെ? 170. ഓക്കെ, സംഘത്തിന്റെ എണ്ണം ഒന്ന് പഠിച്ചു വെക്കുക, 170. ഈ 2 കണക്കുകളും കിട്ടിയല്ലോ, 4 എണ്ണം. പിന്നെ നമ്മൾ പഠിച്ചു വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ. ഏതാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ? സെന്റ് ഗബ്രിയേൽ ആണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ ഒരാളല്ലേ, ഒരു കപ്പലിലല്ലേ ഉണ്ടാവുള്ളൂ. കുറെ കപ്പൽ, 4 കപ്പലുകളൊക്കെ വന്നിട്ടുണ്ട്, 4 പായ്ക്കപ്പലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിലും വാസ്കോ ഡ ഗാമക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. വാസ്കോ ഡ ഗാമ ഒന്നിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച ആ കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയേൽ. ഇനി വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ നമുക്ക് പഠിക്കാണ്ട്. സെന്റ് റാഫേൽ ദി ബെറിയോ. ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണ് വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച മറ്റ് 2 കപ്പലുകൾ. അതുവരെ ക്ലിയർ അല്ലേ? വാസ്കോ ഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകളാണ് സെന്റ് റാഫേൽ ദി ബെറിയോ. അതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സെന്റ് റാഫേൽ ദി ബെറിയോ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. ഏതാണ്? സെന്റ് ഗബ്രിയേൽ. സെന്റ് ഗബ്രിയേൽ. എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്? ലിസ്ബണിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഇനി ഞാൻ പറഞ്ഞു എത്ര തവണ വാസ്കോ ഡ ഗാമ കേരളം സന്ദർശിച്ചു? 1498. പിന്നെ രണ്ടാമത് എന്ന് പറയുമ്പോൾ എങ്ങനെ ഓർത്തു വെക്കണം? 1502. രണ്ടാമതല്ലേ? മൂന്നാമത് എത്തിയത് 1524. 1524 വാസ്കോ ഡ ഗാമ മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ചത്. 1524. ഈ വർഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. 1524 ഡിസംബർ 24. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? 1524 ഡിസംബർ 24 കേരളത്തിൽ വെച്ചിട്ടാണ് വാസ്കോ ഡ ഗാമ
അന്തരിച്ചത്. ഓക്കെ, വാസ്കോഡഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24-നാണ്. പഠിച്ചോ? 1524, അതായത് അവസാനം കേരളം സന്ദർശിച്ചത് 1524. അപ്പൊ 1524 അതിലൊരു 24 ഉണ്ട്, ഡിസംബർ. ഓക്കെ, മാസം മാത്രം പഠിച്ചാൽ മതി, അപ്പുറത്തും ഒരു 24. 1524 ഡിസംബർ 24-ന് വാസ്കോഡഗാമ കേരളത്തിൽ വെച്ച് അന്തരിച്ചു. ഏതോ ഒരു രോഗം ബാധിച്ചിട്ടാണെന്ന് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. ഏത് രോഗമാണ്? മലേറിയ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അദ്ദേഹം അന്തരിച്ചത് മലേറിയ ബാധിച്ചാണ്. മലേറിയ. ഓക്കെ, മലേറിയ ബാധിച്ചാണ് ആര് അന്തരിച്ചത്? വാസ്കോഡഗാമ കേരളത്തിൽ വെച്ച് അന്തരിച്ചത് 1524 ഡിസംബർ 24. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിൽ എത്തുമ്പോൾ എവിടെ നിന്നും യാത്ര തിരിച്ചു? ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചു. യാത്ര തിരിച്ച വർഷം 1497. കേരളത്തിൽ എത്തിയത് 1498 മെയ് 20-ന് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി എന്നും നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ചത് 1502. മൂന്നാമതായി കേരളം സന്ദർശിച്ചത് 1524. പിന്നെ അദ്ദേഹം അന്തരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1524 ഡിസംബർ 24. 1524 ഡിസംബർ 24-നാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. 1524 ഡിസംബർ 24-നാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലും പഠിച്ചു, പിന്തുണച്ച കപ്പലും പഠിച്ചു. ഇനി ഒരു ചോദ്യം വരാണ്ട്, വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ് ആണ് കേട്ടോ. അൽവാരോ വെൻഹോവ്. ഓക്കെ, പഠിച്ചു വെച്ചോ. ആരാണ് വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ? അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ്. വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ്. അൽവാരോ വെൻഹോവ്. ആരാണ് അൽവാരോ വെൻഹോവ്? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. എത്ര ആളുകൾ ഉണ്ടായിരുന്നു വാസ്കോഡഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയപ്പോ? 170. എത്ര പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നു? 4 അല്ലെ? അതിൽ 3 പേര് നമ്മൾ പഠിച്ചു. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ സെന്റ് ഗബ്രിയൽ, പിന്തുണച്ചത് സെന്റ് റാഫേൽ ദി ബെറിയോ എന്നീ കപ്പലുകളാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് നമ്മൾ പഠിച്ചു. അവസാനം ഇന്ത്യ വിട്ടു പോയതും പോർച്ചുഗീസുകാരാണ്. ആദ്യം ഇന്ത്യ വിട്ടു പോയത് ആരാന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം കുളച്ചൽ യുദ്ധമാണെന്നൊക്കെ പഠിച്ചു. അപ്പൊ വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോവ് ആണ്. ആരാണ്? അൽവാരോ വെൻഹോവ് ആണ് വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ക്ലിയർ അല്ലേ? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. അപ്പൊ 1524 എന്നാണ് അന്തരിച്ചത്. 1524 ഡേറ്റ് കിട്ടുമല്ലോ, സിമ്പിൾ അല്ലേ? 24 ഇവിടെ ഉണ്ട്. ഡിസംബർ 24. ഡിസംബർ 24-ന് എന്ത് ബാധിച്ചിട്ടാണ് അന്തരിച്ചത്? മലേറിയ ബാധിച്ച് അദ്ദേഹം അന്തരിച്ചു. മലേറിയ ബാധിച്ചിട്ടാണ് വാസ്കോഡഗാമ അന്തരിച്ചത്. എന്ത് ബാധിച്ചിട്ടാണ്? മലേറിയ ബാധിച്ചാണ്. ചിലപ്പോൾ രോഗം ചോദ്യം വരും കേട്ടോ, രോഗം ചോദ്യം വരും. മലേറിയ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. മലേറിയ ബാധിച്ചാണ് അന്തരിച്ചത്. ഇനി വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. കൊച്ചിയിലുള്ള സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. എന്തുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത്? വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം പിന്നീട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി. എപ്പോഴാണ്? 1539. 1539 വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ 1539 ഭൗതിക ശരീരം എടുത്തു മാറ്റിയത്. ഓക്കെ, ആരുടെ ഭൗതിക ശരീരമാണ് കൊച്ചിയിൽ നിന്നും ലിസ്ബണിലേക്ക് കൊണ്ടുപോയതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നാൽ അത് വാസ്കോഡഗാമയുടെയാണ്. ആദ്യം സെന്റ് ഫ്രാൻസിസ്, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കം ചെയ്തത്. പിന്നീട് എവിടെ അടക്കം ചെയ്തു എന്ന് ചിലപ്പോൾ ചോദ്യം വരില്ലേ? എവിടെയാണ്? ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ ചർച്ചിലാണ് പിന്നീട് അടക്കം ചെയ്തത്. ലിസ്ബണിലാണ് കേട്ടോ. ലിസ്ബണിലാണ്. എപ്പോഴാണ് കൊണ്ടുപോയത്? 1539. 1539. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയോ? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമ. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ ദി ബെറിയോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോഡഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ്. വാസ്കോഡഗാമ
എപ്പോഴാണ് ലിസ്ബണിൽ നിന്നും യാത്ര തിരിച്ചത്? 1497 ഇനി വാസ്കോഡ ഗാമ എപ്പോഴാണ് എത്തിയത് അല്ലെ? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയ ഡേറ്റ് അടക്കം പഠിക്കണം. 1498 മെയ് 20. 1498 മെയ് 20. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു തവണയല്ല വാസ്കോഡ ഗാമ കേരളം സന്ദർശിച്ചത് എന്ന് പറഞ്ഞു അല്ലെ? എത്ര തവണയാണ്? 3 തവണയാണ്. പിന്നെ രണ്ടാം തവണ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. 1502 മൂന്നാമത്തെ തവണ 1524. അപ്പൊ എപ്പോഴാണ് വാസ്കോഡ ഗാമ അന്തരിച്ചത്? 1524 ഡിസംബർ 24. ഏത് രോഗമാണ് അദ്ദേഹം അന്തരിക്കാൻ കാരണമായത്? ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ മലേറിയ ബാധിച്ചാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. മലേറിയ ബാധിച്ച് വാസ്കോഡ ഗാമ കേരളത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു. പിന്നീട് ജെറോണിമസ് കത്തീഡ്രൽ അല്ലെ, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി എന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വാസ്കോഡ ഗാമക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികന്റെ പേര് ഓർമ്മ ഉണ്ടാവും. അൽവാരോ വെൻഹോ ആണ്. പിന്നെ അന്തരിച്ച ഡേറ്റും ഓർമ്മ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാണ്ട് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദ്യം വരും. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ സമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവ്. ഓക്കെ, മാനുവൽ രാജാവ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാലും മാനുവൽ രാജാവാണ് കേട്ടോ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരെന്ന് ചോദ്യം വന്നാലും ആരാണ്? ഡോം മാനുവൽ അല്ലെങ്കിൽ മാനുവൽ രാജാവ്. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്. ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം അല്ലെ, വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM പണിക്കറാണ്. KM പണിക്കർ. ഓക്കെ, KM പണിക്കർ. KM പണിക്കരാണ് വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത്. ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ആരാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്? ആരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ അല്ലെ? കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് എപ്പോഴും ചോദ്യം വരുന്ന ഒരു കാര്യമാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും സർദാർ KM പണിക്കറാണ്. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ അറിഞ്ഞു വെക്കുക. അപ്പൊ സർദാർ KM പണിക്കരും കിട്ടി. വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഡേറ്റ്സുകളൊക്കെ പറഞ്ഞു തന്നു. 1539 എങ്ങോട്ട് കൊണ്ടുപോയത്? ലിസ്ബണിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോയതെന്നും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? വാസ്കോഡ ഗാമ എന്നുള്ള പ്രശസ്തമായ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇന്ത്യയിൽ. എവിടെയാണ് വാസ്കോഡ ഗാമ എന്ന പ്രശസ്തമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഗോവയിലാണ് അല്ലെ? ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്. അപ്പൊ വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചു. എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ കപ്പലുകളുടെ പേര് കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരട്ടെ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയൽ. വാസ്കോഡ ഗാമയെ പിന്തുണച്ച 2 കപ്പലുകൾ സെന്റ് റാഫേൽ, ഡിബെറിയോ. പിന്നെ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? 170. സംഘാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 170 ആണ്. പായ്ക്കപ്പലുകളുടെ എണ്ണം 4 ഓക്കെ. പിന്നെ കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത ഗാമയും കൂട്ടരും എത്തിച്ചേർന്നത് എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്താണ്. നമുക്ക് ഒരു സ്ഥലം പഠിക്കാണ്, ഒരു തുറമുഖം നമുക്ക് പഠിക്കാണ്, മാലിന്നി തുറമുഖം അല്ലെ? അതായത് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച ഗാമയുടെ നാവിക സംഘം എത്തിച്ചേർന്ന തുറമുഖം മാലിന്നി തുറമുഖം. ഇനി 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എത്തിച്ചേരാൻ വാസ്കോഡ ഗാമയെ സഹായിച്ച കാറ്റ്, ഇത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, മൺസൂൺ കാറ്റാണ്. ഇത്രയും കാര്യങ്ങൾക്ക് പെർഫെക്റ്റ് അല്ലേ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ഈ സെറ്റ് ആയാലും ഇനി എക്സാമിന് വന്ന് എന്തായാലും ഉത്തരം കിട്ടുമല്ലോ. വാസ്കോഡ ഗാമ എന്നാണ് കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയത്? ഇപ്പൊ കിട്ടുന്നില്ലേ? എപ്പോഴാണ്? 1498 മെയ് 20 അല്ലെ? രണ്ടാമത് കേരളം സന്ദർശിച്ചത് എപ്പോഴാണ്? ഒരുപക്ഷെ ചോദ്യം വന്നാൽ കിട്ടൂലേ? രണ്ടാമതല്ലേ? അപ്പൊ 1502 പിന്നെ വാസ്കോഡ ഗാമ അന്തരിച്ച ഡേറ്റും സിമ്പിൾ ആണ്. 1524 പിന്നെയും ഒരു 24 ഡിസംബർ 24. ഏത് രോഗം വന്നിട്ടാണ്? മലേറിയ ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത് നമ്മൾ പഠിച്ചു. ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് എങ്ങോട്ട് കൊണ്ടുപോയി? ജെറോണിമസ് കത്തീഡ്രൽ അല്ലെ? ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രൽ എന്ന പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. അത് വർഷം പഠിച്ചു. 1539 കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എടുത്തു മാറ്റിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകദേശം പഠിച്ച് സെറ്റ് ആയില്ലേ? ആരാണ് വാസ്കോഡ ഗാമയെ എങ്ങനെ
വിശേഷിപ്പിച്ചത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദ്യം വരും കേട്ടോ. മാനുവൽ രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. പിന്നെ വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? സെറ്റ് ആയല്ലോ. അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയില്ല. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് നല്ല നല്ല ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് എന്തായാലും ഇനിയും കാണാം. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു തൊഴിൽ വൈവിധ്യങ്ങൾ, 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠഭാഗത്ത് നിന്നുമാണ് നമുക്ക് ഈ തൊഴിൽ പദ്ധതികൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഏതാണ്? പദ്ധതിയുടെ പേരെന്താണ്? ശരണ്യ. ഓക്കെ, പദ്ധതിയുടെ പേര് ശരണ്യാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, പിന്നെ നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, ഡിവോഴ്സ് ആയവർ, അല്ലെങ്കിൽ 30 വയസ്സു കഴിഞ്ഞ അവിവാഹിതകൾ, 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും, അപ്പൊ അവരും, പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ആശ്രയത്തിന് ആരുമില്ലാത്ത വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, ശരണ്യ പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. സൂപ്പർ ശരണ്യ സിനിമയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സൂപ്പർ ശരണ്യ. ഓക്കെ, ഇനിയിപ്പോ അശരണരാണെങ്കിലും, അതായത് ആശ്രയത്തിന് അവർക്ക് ആരും ഇല്ലെങ്കിലും അവർ സൂപ്പറാണ്, അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, അവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അപ്പൊ സൂപ്പർ ശരണ്യ വെച്ച് ജസ്റ്റ് ആ സൂപ്പർ എന്നുള്ള വാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അശരണരായതുകൊണ്ട് അവർ താഴേക്കിടയിൽ നിൽക്കുകയൊന്നുമില്ല, താഴെ പോയി നിൽക്കുക, അതായത് അങ്ങനെ ഒതുങ്ങി നിൽക്കുകയൊന്നുമില്ല. അവർക്ക് ഇനിയും ജോലി വേണം, അവർ ഇനിയും ജോലി ചെയ്യണം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അവരങ്ങനെ അടങ്ങി നിൽക്കുക, അതായത് ആരും ഇല്ലാത്തത് കൊണ്ട്, ആരും ആശ്രയിക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനെ എല്ലാം സഹിച്ച് ജീവിക്കുക, അങ്ങനെയല്ലല്ലോ. നമുക്ക് എന്ത് വേണം? ജോലി വേണം. സ്വയം തൊഴിൽ പദ്ധതി, ആ പദ്ധതിയാണ് ശരണ്യ. അപ്പൊ സൂപ്പർ എന്ന് വെച്ച് കണക്ട് ചെയ്യുക. സൂപ്പർ ശരണ്യ, സൂപ്പർ ശരണ്യ. അത് വെച്ചിട്ട് ആ സിനിമ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ശരണ്യാണ്, പദ്ധതിയുടെ പേരെന്താണ്? ശരണ്യ. ഒരു വട്ടം കൂടെ വായിച്ചു തരാം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതൊന്ന് ആ പോയിന്റ് മാർക്ക് ചെയ്തോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സു കഴിഞ്ഞ അവിവാഹിതകൾ. എത്ര വയസ്സ് കഴിഞ്ഞതാണ്? 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ. നോക്ക്, അവിവാഹിതകൾ എന്നൊരു ഓപ്ഷൻ ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവിവാഹിതകൾക്ക് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കാണ് കേട്ടോ. എത്ര വയസ്സ്? 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്ക്. പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. സൂപ്പർ ശരണ്യ സിനിമ, സൂപ്പർ ശരണ്യ സിനിമ. ഓക്കെ, സൂപ്പർ ശരണ്യ. അപ്പൊ ശരണ്യ വെച്ച് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ശരണ്യ എന്താണ്? പദ്ധതിയുടെ പേരെന്താണ്? ശരണ്യ. പദ്ധതിയുടെ പേര് ശരണ്യ. ഓക്കെ, ഇനിയിപ്പോ അശരണരായ വെച്ചിട്ടും വേണമെങ്കിൽ കണക്ട് ചെയ്തു. അശരണരായ ശരണ്യ, അശരണരായ ശരണ്യ, അശരണരായ ശരണ്യ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇതിനി റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് ഒരു വട്ടം കൂടെ ഇത് വായിച്ചു വരാം. ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി, വായ്പ എന്നിവ നൽകുന്നതിനായി 2016 ഈ വർഷം ഒന്ന് പഠിച്ചു വെച്ചു. ചിലപ്പോൾ ഏത് വർഷമാണെന്നൊരു ചോദ്യം വന്നാലോ, എപ്പോഴാണ്? 2016 കേട്ടോ. 2016 കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതി. ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പേര് കൈവല്യ. ആർക്കാണ്? ഭിന്നശേഷിക്കാർക്ക്. ഭിന്നശേഷിക്കാർക്ക്. അപ്പൊ നമുക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാലോ. ഭിന്നശേഷിക്കാർ
ഭിന്നശേഷി. അപ്പൊ ഈ കൈവല്യ എന്നല്ലേ ഇത് വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് കൈവയ്യ എന്ന് കണക്ട് ചെയ്തൂടെ? കൈവയ്യ അല്ലെ? കൈവയ്യ ഭിന്നശേഷി എന്ന് കണ്ട അവിടെ കണക്ട് ചെയ്തോ? ഭിന്നശേഷി കൈവയ്യ എന്ന് ആലോചിച്ചാൽ നമുക്ക് ഇത് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നമ്മൾ കൈവയ്യ എന്ന് ആലോചിച്ചാൽ നമുക്ക് കൈവല്യ എന്ന് കിട്ടും. ഭിന്നശേഷി പറഞ്ഞാൽ വയ്യാത്ത ആളുകൾ, അതായത് ഭിന്നശേഷിക്കാരായ ആളുകളെ കൈവല്യ എന്നുള്ളതിനെ കൈവയ്യ എന്ന് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത കാര്യം കിട്ടും. ഓക്കെ, കൈവയ്യ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, പിന്നെ സർക്കാർ സബ്സിഡി, വായ്പ എന്നിവ നൽകുന്നതിനായി 2016 കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് ഏത് വഴിയാണ് നടപ്പിലാക്കുന്നത്? ചിലപ്പോൾ ചോദ്യം വന്നാലോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൈവല്യ. അപ്പൊ കൈ വെച്ച് കണക്ട് ചെയ്യാലോ? കൈവയ്യ എന്നുള്ളത് നിങ്ങൾക്ക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൈവല്യ ക്ലിയർ അല്ലേ? കൈവല്യ. അപ്പൊ അത് രണ്ടും ക്ലിയർ ആയി. ഓക്കെ, അടുത്തത് നോക്കാം. നേരത്തെ നമ്മൾ എന്താ പഠിച്ച്? ശരണ്യ, സൂപ്പർ ശരണ്യ വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ശരണ്യ, പിന്നെ കൈവയ്യ ഭിന്നശേഷിക്കാർ, വയ്യ. ഓക്കെ, അടുത്തത് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, ഇതൊന്ന് ശ്രദ്ധിക്കണേ, ഈ പോയിന്റ് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോ. ഏതിലൊക്കെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം ചിലതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50നും 65നും. ചിലപ്പോൾ ഈ പദ്ധതിയുടെ പേര് തന്നിട്ട് ചോദിക്കും എത്ര വയസ്സിനിടയിലുള്ളവർക്കാണെന്ന് ചോദ്യം വന്നാൽ കിട്ടണം 50നും 65നും ഇടയിൽ പ്രായമുള്ള അല്ലെ മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഓക്കെ, നവജീവൻ പദ്ധതിയാണ്. നവജീവൻ പദ്ധതി ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50നും എത്ര വയസ്സിനാണ്? 50നും 65നും ഇടയിൽ മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഓക്കെ, സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. എന്താണ്? നവജീവൻ പദ്ധതി. നവജീവൻ കിട്ടുമല്ലോ, നവജീവൻ കിട്ടുമല്ലോ. അപ്പൊ എന്താണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എത്ര വയസ്സിനാണ്? 50നും 65നും മധ്യപ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കിട്ടുമല്ലോ, നവജീവൻ. ഉത്തരം കിട്ടണം നവജീവനാണ്. പദ്ധതി ഏതാണ്? നവജീവൻ. 50നും 65നും ഇടയിൽ പ്രായമുള്ള പൗരന്മാർക്ക്, 50നും 65നും ഇടയെ പ്രായമുള്ള. ഓക്കെ, പിന്നെന്താണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50നും 65നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കിട്ടുമല്ലോ, പ്രായം കിട്ടിയല്ലോ. 50നും 65നും ഇടയിലാണെന്ന് കിട്ടിയല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കുള്ള, അതായത് 50നും 65നും ഇടയിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കിട്ടുമല്ലോ. അപ്പൊ എന്താണ്? 50നും 65നും ഇടയിൽ, ആ പ്രായം ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചോ. 50നും 65നും ഇടയിൽ പ്രായമുള്ളതാണ്. ഓക്കെ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് കേട്ടോ, ചെയ്ത ആളുകൾക്കാണ്. അടുത്തത് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉന്നതി വിജ്ഞാൻ. ഓക്കെ, ഉന്നതി വിജ്ഞാൻ. ഇതിലാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കുക, അതാണ് ലക്ഷ്യം. അപ്പൊ അവരെന്താണ്? അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ്. അതായത് പട്ടികജാതി പട്ടികവർഗക്കാരെ, SC ST വിഭാഗക്കാരെ ഉന്നതിയിലേക്ക് എത്തിക്കുക. ഓക്കെ, ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന് ആലോചിച്ചാൽ ഉന്നതി വെച്ച് കിട്ടും. ഓക്കെ, എന്താണ്? വിജ്ഞാൻ. അവർക്ക് ഉന്നതമായ വിജ്ഞാനം കൊടുക്കുക. അപ്പൊ ഉന്നതി വിജ്ഞാൻ. സജ്ജരാക്കാൻ, തൊഴിൽ സജ്ജരാക്കുകയാണ്. അപ്പൊ ഉന്നതമായ വിജ്ഞാനം വേണം. തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. അപ്പൊ എന്താണ്? ഉന്നതമായ വിജ്ഞാനം കൊടുക്കുക. അപ്പൊ അവരെന്താവും? തൊഴിൽ സജ്ജരാകും. ഉന്നതമായ വിജ്ഞാനം. അപ്പൊ ഉന്നതി വിജ്ഞാൻ കിട്ടുമല്ലോ, ഉന്നതി വിജ്ഞാൻ. അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്നതാണ്. സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. ഉന്നതി വിജ്ഞാൻ. അപ്പൊ അതും കിട്ടുമല്ലോ, ഉന്നതി വിജ്ഞാൻ. കൈവല്യ കിട്ടുമല്ലോ, കൈവല്യ. ഭിന്നശേഷിക്കാരാണ്. ഭിന്നശേഷി. കൈവല്യ. പിന്നെ ആദ്യം നമ്മൾ ശരണ്യ പഠിച്ചു അല്ലെ, വനിതകൾക്ക്, അശരണരായ വനിതകൾക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ അതും നമുക്ക് കിട്ടും. അടുത്തത് നോക്കാം. നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരട്ടെ. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ പഠിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്തത് നോക്കാം. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ. ഇത് പഠിച്ചു വെച്ചോ. നോളജ് ഇക്കോണമി മിഷൻ ആണ് ഇത് നടപ്പിലാക്കുന്നത്. നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. ഓക്കെ, അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. ഓക്കെ, പ്രൈഡ് ആണ് കേട്ടോ. അപ്പൊ കിട്ടുമല്ലോ, പ്രൈഡ്. ഓക്കെ, അഭ്യസ്തവിദ്യരായ
ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ ആര് നടപ്പിലാക്കുന്നതാണ്? അപ്പൊ ആരാണ് നടപ്പിലാക്കുന്നതെന്ന് ഒരു ചോദ്യം വരില്ലേ? ഓക്കെ, ആരാണ്? നോളജ് ഇക്കോണമി മിഷൻ ആണ്. നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. ഓക്കെ, എന്താണ്? പ്രൈഡ്. ഓക്കെ, പ്രൈഡ് ആണ് കേട്ടോ. ഉത്തരം കിട്ടുമല്ലോ, പ്രൈഡ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ചതൊന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇത് പഠിച്ചു, ശരണ്യ പഠിച്ചു. എന്താണ് പഠിച്ചത്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ്. പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിധവകൾ, നിയമാനുസൃതം വിവാഹമോചനം നേടിയവർ, 30 വയസ്സ് കഴിഞ്ഞ, ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ, പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, പിന്നെ പട്ടികവർഗത്തിലെ അവിവാഹിതരായ അമ്മമാർ എന്നീ വിഭാഗത്തിൽ വരുന്ന അശരണരായ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. കിട്ടുമല്ലോ. അപ്പൊ ശരണ്യ ക്ലിയർ ആയി. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ ഇവിടെ അവിവാഹിതകർന്ന് പ്രത്യേകം കൊടുത്താൽ പറ്റില്ല, അവിവാഹിതകളല്ല, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾ. അപ്പൊ അതും ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇത് പഠിച്ചു, ഭിന്നശേഷിക്കാർക്ക് നൈപുണ്യ വികസനം, സ്വയം തൊഴിൽ സംരംഭങ്ങൾ, സർക്കാർ സബ്സിഡി, വായ്പ എന്നിവ നൽകുന്നതിനായി 2016 ഇവിടെ എന്ത് നോട്ട് ചെയ്യണം? ഒന്ന് ഈ വർഷം നോട്ട് ചെയ്യണം, പിന്നെ ഒന്ന് ഭിന്നശേഷിക്കാർക്കാണെന്നുള്ളത് നോട്ട് ചെയ്താൽ നമുക്ക് ഭിന്നശേഷിക്കാർ കൈവയ്യ എന്നുള്ളത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 2016 2016 കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന, ആവിഷ്കരിച്ചത് ആരാന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് ആണ്. ഓക്കെ, കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ചതാണ്. പക്ഷെ നടപ്പിലാക്കുന്നത് ആരെന്നാണ് ചോദ്യം വരുന്നെങ്കിലോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആവിഷ്കരിച്ചത് കേരള ഗവൺമെന്റ് ആണ്. ഏത് വഴിയാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ്. 2016 ആരംഭിച്ചത്. 2016 ആവിഷ്കരിച്ച പദ്ധതിയാണ് കൈവല്യ. ഓക്കെ, പിന്നെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50നും 65നും മധ്യ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അല്ലെ, നവജീവൻ. അപ്പൊ അതും നമുക്ക് കിട്ടും. എന്താണ്? നവജീവനാണ്. എത്ര വയസ്സിനാണ്? 50നും 65നും മധ്യ പ്രായമുള്ള. എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉന്നതി വിജ്ഞാനം. നമ്മൾ പഠിച്ചു, SC/ST വിഭാഗക്കാരെ ഉന്നതമായ വിജ്ഞാനം കൊടുത്തിട്ട് തൊഴിൽ സജ്ജരാക്കുക. നമുക്ക് ഇതിൽ ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടാവും. അതായത് തൊഴിൽ സജ്ജരാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വേണം? ഉന്നതമായ വിജ്ഞാനം വേണം. അപ്പൊ ഉന്നതി വിജ്ഞാൻ, അതും നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ്. ഓക്കെ, അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് ആര് നടപ്പിലാക്കുന്നു? നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്തത് നോക്കാം. അടുത്തത് പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി, അതാണ് പഞ്ചമി. ഓക്കെ, അപ്പൊ എന്താണ്? പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർ, തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്കായിട്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ, എന്തിന്റെ കീഴിലാണ്? പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? പഞ്ചമി. ഓക്കെ, പഞ്ചമിയാണ് പദ്ധതി. പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി, അത് നോട്ട് ചെയ്യണം. പക്ഷെ നടത്തുന്നതായിരുന്നു. ഓക്കെ, അതായത് പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നതാണ് ഏത്? പഞ്ചമി എന്ന പദ്ധതി. പഞ്ചമി. ഓക്കെ, പഞ്ചമി. അപ്പൊ അതും ക്ലിയർ അല്ലേ? പഞ്ചമിയും ക്ലിയർ ആണ്. അടുത്തത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷിച്ചതായല്ല, തൊഴിൽ അന്വേഷകർക്കായി. ഓക്കെ, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതായത് ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം എന്താണ്? മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർക്കായി. ഓക്കെ, മത്സ്യത്തൊഴിലാളി വിഭാഗം, അത് വെച്ച് നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്തത്? എന്താണ് ഈ കാണുന്നതൊക്കെ? എന്താണ്? ഇതാണ് കടൽ തീരം. അവരെന്താണ് അന്വേഷിക്കുന്നത്? അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ എന്താണ്? തൊഴിൽ അന്വേഷിക്കുകയാണ് അല്ലെ? തൊഴിൽ അന്വേഷകർക്കായി. അപ്പൊ എന്താണ്? രണ്ടും കണക്ട് ചെയ്ത തൊഴിൽ തീരം. ഓക്കെ, മത്സ്യത്തൊഴിലാളികൾ എവിടെ ഉണ്ടാവും? തീരത്തുണ്ടാവും. അതായത് കടലിന്റെ തീരത്താണ് അവരുണ്ടാവുക. അത് വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, കടലിന്റെ തീരത്ത് അവര് ഉണ്ടാവും. നിലയ്ക്ക് കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ, തീരം വെച്ച് കണക്ട് ചെയ്യുക. അവര് തൊഴിൽ അന്വേഷിക്കണം. അപ്പോ തൊഴിൽ തീരം രണ്ടും കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ തൊഴിൽ തീരമാണ് ഉത്തരം. ഇനി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ, നോളജ് ഇക്കോണമി മിഷൻ ആരുടെ സഹകരണത്തോടെ? ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? തൊഴിൽ തീരം. തൊഴിൽ
തീരം. അപ്പൊ അതും നമുക്ക് കിട്ടും. തീരം വെച്ച് കണക്ട് ചെയ്യുക, അന്വേഷിക്കുന്നത് തൊഴിലാണ്. രണ്ടും കണക്ട് ചെയ്താൽ തൊഴിൽ തീരം, മത്സ്യമാണ്. ഓക്കെ, അതായത് മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എവിടെയാണ് തീരത്തുണ്ടാവും എന്ന് ആലോചിക്കുക. അപ്പോൾ കടൽ തീരം, തൊഴിൽ തീരം വെച്ച് കണക്ട് ചെയ്യുക. കടലിൽ തൊഴിൽ, കടൽ തീരം, തൊഴിൽ തീരം ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അടുത്തത്, തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന, ഇത് പഠിച്ചു വെച്ചോ, കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. ഏതാണ്? സാഗർമാല. സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. ഏതാണ്? സാഗർമാല. സാഗർമാല കിട്ടിയല്ലോ. സാഗർമാല ഒന്നുകൂടെ നോക്കാം. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. ചിലപ്പോൾ ചോദ്യം ഏത് പദ്ധതി എന്നാവില്ല. അതായത് സാഗർമാല പദ്ധതി നടപ്പിലാക്കുന്നത് ആരെന്നായിരിക്കും? അത് കുടുംബശ്രീയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. കേരളത്തിലെ യുവാക്കൾക്ക്, അതായത് കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. എന്റെ തൊഴിൽ എന്റെ അഭിമാനം. ഓക്കെ, കേരളത്തിലുള്ള യുവാക്കൾക്ക് എന്ത് വേണം? തൊഴിൽ വേണം. അപ്പൊ എന്റെ തൊഴിൽ എന്റെ അഭിമാനം. ഓക്കെ, എന്താ സംഭവം? കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. എന്റെ തൊഴിൽ എന്റെ അഭിമാനം. അതും ക്ലിയർ ആണ്. അടുത്തത്, ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നവശക്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചുമട്ട് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ എന്ത് വേണം? നല്ല ശക്തി വേണം. എന്നാൽ ആധുനിക യന്ത്രോപകരണങ്ങൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലികൾ ചെയ്യാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആധുനികം, ന്യൂ. ഓക്കെ, ആധുനികം പുതിയ സംഭവങ്ങളാണ്, പുതിയ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പൊ ആധുനിക. ഓക്കെ, ശക്തി എന്തിനു വേണം? ചുമട്ട് തൊഴിലാളികൾക്ക് ശക്തി വേണം. എന്നാൽ പുതിയ രീതിയിലുള്ള ശക്തികളാണ് വേണ്ടത്. അപ്പൊ നവശക്തി. രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നവശക്തി ഉത്തരം കിട്ടുവേ. ഇവിടെ ആധുനിക യന്ത്രോപകരണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചുമട്ട് തൊഴിലാളികൾക്ക് എവിടെ? ചുമട്ട് തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ. അപ്പൊ ചുമട്ട് തൊഴിലാളികൾ വെച്ച് നമുക്ക് ശക്തി കണക്ട് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് പോവാം? ആധുനിക യന്ത്രോപകരണങ്ങൾ വെച്ചിട്ടും കണക്ട് ചെയ്യാം. അപ്പൊ രണ്ടും കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? നവശക്തി എന്ന ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇത് മറക്കില്ലല്ലോ. ഓക്കെ, ചോദ്യം കണ്ട ഉത്തരത്തിലേക്ക് എത്തും. അടുത്തത്, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടി ഏതാണ്? മാരിവില്ല്. ട്രാൻസ്ജെൻഡർ അവരുടെ ഫ്ലാഗ് ഒക്കെ ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫ്ലാഗ് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാരിവില്ല്. ഓക്കെ, മാരിവില്ല് നമുക്ക് അവിടെ കണക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല്. ഓക്കെ, മാരിവില്ല് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫ്ലാഗുമായിട്ട് കണക്ട് ചെയ്യുക. അവരുടെ ഫ്ലാഗിന്റെ കളറ് മാരിവില്ലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇതുവരെ പഠിച്ചോ നോക്കാം. ഇതുവരെ നമ്മൾ നോക്കിയില്ലേ? ഇനി ഇത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പഞ്ചമി. ഓക്കെ, പഞ്ചമിയാണ് കേട്ടോ. എന്താണ്? പട്ടികജാതി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി പട്ടികജാതി വികസന വകുപ്പിന്റെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, പട്ടികജാതി വികസന വകുപ്പിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചമി. ഏതാണ്? പഞ്ചമിയാണ്. ഇനി അടുത്തത് നോക്കാം. മത്സ്യത്തൊഴിലാളി എന്ന് കണ്ട എന്ത് കിട്ടണം? മത്സ്യത്തൊഴിലാളി, തീരം എന്നുള്ളത് കണക്ട് ചെയ്യണം. അവരെന്താണ്? അവർ തൊഴിൽ അന്വേഷിക്കുകയാണ്. ഓക്കെ, തൊഴിൽ അന്വേഷകർക്കായി നോളജ് ഇക്കോണമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ, ഇവിടെ ഇതും പഠിച്ചു വെക്കണം. നോളജ് ഇക്കോണമി മിഷൻ ആരുടെ സഹായത്തോടെ? ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി. ഓക്കെ, സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. തൊഴിൽ അന്വേഷകർക്കായിട്ടാണ്. അപ്പൊ തൊഴിൽ കിട്ടും. മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ തീരവും കണക്ട് ചെയ്യുക. അപ്പൊ തൊഴിൽ തീരം ഉത്തരം കിട്ടും. തൊഴിൽ തീരം. അടുത്തത് നോക്കാം. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന
പദ്ധതിയാണ് സാഗർമാല. ഓക്കെ, സാഗർമാല. ഇനി കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി നമുക്ക് കിട്ടും. എന്താണ്? എന്റെ തൊഴിൽ എന്റെ അഭിമാനം, എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം, കേരളത്തിലെ യുവാക്കൾക്ക് വിജ്ഞാന തൊഴിൽ രംഗത്ത് അവസരം ഉറപ്പിക്കാൻ കേരള നോളജ് ഇക്കോണമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം 2.0. പിന്നെ നമ്മൾ പഠിച്ചു ആധുനിക യന്ത്രോപകരണങ്ങൾ. ആധുനികം എന്ന് പറയുമ്പോൾ നവ. പിന്നെ എന്താണ്? ചുമട്ടു തൊഴിലാളി വെച്ച് കണക്ട് ചെയ്ത് അവർക്ക് എന്ത് വേണം? നല്ല ശക്തി വേണം. അപ്പൊ നവശക്തി. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പിന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗം തന്നെ കാണുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ട്രാൻസ്ജെൻഡർ വിഭാഗം ആയതുകൊണ്ട് അവരുടെ ഒരു കൊടിയായിട്ട് മീൻസ് അവരുടെ ഫ്ലാഗ് ആയിട്ട് കണക്ട് ചെയ്യാം. അവരുടെ ഫ്ലാഗിന്റെ കളേഴ്സ് ഇങ്ങനെ മഴവില്ല് പോലെ, മാരിവില്ല് പോലെ എന്നുള്ളത് കണക്ട് ചെയ്യാം. ഓക്കെ, മാരിവില്ല്. അപ്പൊ എന്താണ് പേര്? മാരിവില്ല് എന്നാണ്. അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഓരോ പദ്ധതികളും അതിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇത് USCRTയിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയേറെ ചോദ്യം വരാൻ അത്രയും ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നും നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. അതിനാണ് പറ്റുന്നത്ര കോഡുകളും കണക്ഷനുകളും യൂസ് ചെയ്തിട്ടായാലും അല്ലാതെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടായാലും എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറ്റുന്നത്ര തവണ വായിച്ചിട്ടാണെങ്കിലും എന്തായാലും പഠിച്ച് ഫിക്സ് ചെയ്തിട്ട് പോവുക. അപ്പൊ USCRTയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഓരോ ടോപ്പിക്കുകളും അതിലെ ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തന്നെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓരോ ഭാഗവും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിച്ചു തീർക്കാണ്ട് ഓരോ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്